കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനമാണ് സ്കോളർഷിപ്പ്. മനസ്സിലായോ? സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ കൊടുക്കുന്ന പൈസയല്ല. നിങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് വലിയ പണ്ഡിതനാവാൻ, ഈ രാജ്യത്തെ മനുഷ്യരെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ചെല്ലാം വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുകയും അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗംഭീര പണ്ഡിതന്മാരാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് തരുന്നത്. അങ്ങനെ ഇത്രയും ചെറിയൊരു സ്കൂളിൽ അത്രയും കൂടുതൽ കുട്ടികൾ സ്കോളർഷിപ്പ് നേടി എന്ന് പറഞ്ഞ ഒരു അത്ഭുതമാണ്. ആ അത്ഭുതം ഉണ്ടാക്കുന്നതിന് പ്രേരണ കൊടുത്ത നിങ്ങളെ പഠിപ്പിച്ച ടീച്ചറെയും, അതുപോലെ ഈ സ്കോളർഷിപ്പ് ഏറ്റുവാങ്ങിയ മുഴുവൻ കുട്ടികളെയും, അവരെ പഠിപ്പിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കി കൊടുത്ത രക്ഷിതാക്കളെയും എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. എനിക്ക് വലിയ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാനില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾ. നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണ് ദൈവത്തെ കാണുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ദൈവത്തെ കാണുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഒരു മലയാളി. ആ പുസ്തകത്തിന് ലോകത്തെ ഏറ്റവും വലിയ ബുക്കർ പ്രൈസ് നേടിയിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പുസ്തകം ആരും കേട്ടിട്ടുണ്ടോ? അരുന്ധതി റോയ് എന്ന ഒരു സ്ത്രീയാണ് ആ പുസ്തകം എഴുതിയത്. അവർ എഴുതിയ പുസ്തകത്തിന്റെ പേരറിയാമോ? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അതിന്റെ മലയാളം കൊച്ചു കാര്യങ്ങളിൽ ദൈവം എന്നാണ്. നമ്മുടെ മനുഷ്യര് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനല്ല ഭൂമിയിൽ വന്നത്, കൊച്ചു കാര്യങ്ങളാണ്. പക്ഷെ ആ കൊച്ചു കാര്യങ്ങളിൽ മഹത്വം ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ കൊച്ചു കുട്ടികളാണ്. ആ കൊച്ചു കുട്ടികളെ ഓരോ കുട്ടിയും ഒരത്ഭുത പ്രതിഭാസമാണ്. എല്ലാ കുട്ടിയും മറ്റൊരു കുട്ടിയെ പോലെ ആകാനല്ല ഭൂമിയിലേക്ക് ജനിച്ചത്. എല്ലാ കുട്ടിക്കും ഭൂമിയിലേക്ക് അയക്കുമ്പോ മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ദൗത്യമുണ്ട്. ഈ ദൗത്യം എന്തെന്ന് കണ്ടെത്താൻ കഴിയുമ്പോഴാണ് നമ്മൾ രക്ഷിതാക്കളും അധ്യാപകരുമാണുള്ളത്. ആ ദൗത്യം തിരിച്ചറിഞ്ഞ് അവനെ തന്നെ ആ ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് രക്ഷകർത്തൃത്വം. രക്ഷകർത്തൃത്വം എന്ന് പറയുന്നത് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും, മക്കളെ കുളിപ്പിക്കുകയും, മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുകയും, അവർക്ക് കിടന്നുറങ്ങാൻ കിടക്ക വിരിച്ചു കൊടുക്കുകയും, അവർക്ക് വിസർജിക്കാൻ ടോയ്ലറ്റ് ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നതല്ല രക്ഷകർത്തൃത്വം. ആ പണി മുഴുവൻ മൃഗങ്ങളും ചെയ്യുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, വിസർജിക്കുന്നുണ്ട്. അതുമാത്രം ചെയ്യലല്ല, അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ കുട്ടിയെ പറ്റി ഗവേഷണം നടത്തി ആഴത്തിൽ പഠിച്ച് എന്റെ കുട്ടിക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ആ പ്രത്യേകത എന്തെന്ന് കണ്ടെത്തി അത് വികസിപ്പിക്കുവാൻ ആവശ്യമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് രക്ഷകർത്തൃത്വം. അതുകൊണ്ട് ഒരു കുട്ടിയെ പെറ്റാൽ ഒരു ഉമ്മയുണ്ടാകും. ആ കുട്ടിയുടെ ഉമ്മയുടെ ഭർത്താവ് ഒരു ഉപ്പയായി മാറും. പക്ഷെ രക്ഷകർത്താവുന്നില്ല. രക്ഷകർത്താവാം. അതുപോലെ അച്ഛനമ്മമാരും രണ്ടും രണ്ടാ. ഒരു പശു പ്രസവിച്ചാൽ പശുക്കുട്ടി മുലയൂട്ടുന്നത് വരെ ആ കുട്ടിയുടെ കള്ളപ്പശുവാണ്. എന്നാ മുലയൂട്ടൽ നിർത്തിയാലോ പിന്നെ ആ കുട്ടി അമ്മയെ പറ്റി അന്വേഷിക്കാറില്ല, അമ്മ കുട്ടിയെ പറ്റി അന്വേഷിക്കാറില്ല. ഉണ്ടോ? ഇല്ല. ഒരു വാഴക്കണ്ണ് പൊരിച്ചു നാട്ടിയാൽ ആ കണ്ണ് തള്ളവാഴയെ പറ്റി ചിന്തിക്കലുണ്ടോ? തള്ളവാഴ എന്റെ കുട്ടി ഏടിയാ പോയിട്ട് കിടന്ന് ഏടിയാ ഇതിനെ നട്ടത് എന്ന് അന്വേഷിക്കാറുണ്ടോ? ഇല്ല. എന്നാൽ പക്ഷിമൃഗാദികളിലും സസ്യലതാദികളിലും ഈ അച്ഛനമ്മ എന്ന് പറയുന്ന വലിയ ബന്ധമൊന്നുമില്ല. മനുഷ്യനായത് പൂർവ സംസ്കാരത്തിന്റെ പ്രവാഹം കുട്ടികളിലേക്ക് കൊടുക്കാൻ ദൗത്യം ഏറ്റെടുക്കുമ്പോഴേ നമ്മൾ മനുഷ്യരാകും. ഈ കുട്ടികളിലേക്ക് നമ്മൾ ഈ ദൗത്യം ഏറ്റെടുത്ത് കൊടുക്കണം. എങ്ങനെയാണ് ദൗത്യം ഏറ്റെടുത്ത് കൊടുക്കുന്നത്? നിങ്ങൾ രക്ഷകർത്താവാകണം. എങ്ങനെയാണ് രക്ഷകർത്താവാകുന്നത്? നമ്മുടെ കുട്ടി പ്രകൃതിയുടെ വീക്ഷണത്തിൽ ഒരു മൃഗമാണ്, നമ്മുടെ വീക്ഷണത്തിലാണ് മനുഷ്യനാവുന്നത്. പ്രകൃതിയെ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച പോലെ നമ്മളെയും സൃഷ്ടിച്ചു. പടച്ചോനോ പ്രകൃതിയോ ആരോ ആട്ടെ. ശരീരം സൃഷ്ടിക്കുമ്പോ ആ ശരീരത്തിൽ സോഫ്റ്റ്വെയർ ഇല്ല. ഒരു കുട്ടീന്റെ അച്ഛനും അമ്മയും മനുഷ്യരായതുകൊണ്ട് കുട്ടി കുട്ടിയായി വളരുമോ? ഇല്ല. തെളിവ് തരാം.
ഹിറ്റ്ലർ എന്ന് കേട്ടിട്ടില്ലേ? ജർമ്മനിയുടെ ഏകാധിപതിയായിരിക്കുന്ന ഭീകരനായ ഭരണാധികാരിയെ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത്, ഭരണാധികാരിയായിരുന്ന കാലത്ത് രാജകൊട്ടാരത്തിൽ ഒരു തർക്കം നടന്നു. ഒരു കുട്ടി ജന്മനാ തന്നെ മനുഷ്യനാണ്, ആ കുട്ടിക്ക് ഭാഷാപരമായ കഴിവും ആ കുട്ടിക്ക് എല്ലാ ബുദ്ധിയും ജനിക്കുമെന്നല്ല കിട്ടിയിട്ടുണ്ട്. മറ്റൊരു ടീം പറഞ്ഞു അത് തെറ്റാണ്, ജനിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള അനുഭവങ്ങളിലൂടെയാണ് കുട്ടി മനുഷ്യക്കുട്ടിയായി വളരുന്നത്, ഭാഷയും മറ്റു കാര്യങ്ങളെല്ലാം അറിയുന്നത്. അപ്പൊ ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലർ എന്ത് ചെയ്തു? അന്ന് എന്ത് തോന്നിയാസവും ചെയ്യാം. ഗ്യാസ് ചേമ്പർ ഇട്ടിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞ ആളാണ് ഈ ഹിറ്റ്ലർ, പച്ചയോടെ കത്തിച്ചു കളഞ്ഞ. അതുകൊണ്ട് അയാൾക്ക് ഇതൊന്നും ചെയ്യുന്നതിന് ഒരു മടിയില്ല. അയാൾ എന്ത് ചെയ്തു? ഒരു ജൂത സ്ത്രീ പ്രസവിച്ചപ്പോ കുഞ്ഞിനെ ഉടൻ തന്നെ അമ്മയിൽ നിന്നും വെളിച്ചത്തിൽ നിന്നും ശബ്ദത്തിൽ നിന്നും അകറ്റി. ആ കുട്ടി ഒരു ശബ്ദവും കേൾക്കില്ല, ഒരു വെളിച്ചവും കാണില്ല, ആര് വർത്താനം പറയില്ല, താരാട്ട് പാടില്ല, കൊഞ്ചിക്കില്ല. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങോ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങോ നീ ഉറങ്ങോ. പാട്ടുപാടില്ല, ഒന്നും കേൾക്കില്ല, അക്ഷരം കേട്ടിട്ടില്ല, ഭാഷ കേട്ടിട്ടില്ല, ഒന്നുമില്ല. ഒരു ഇരുട്ട് മുറിയിൽ അടച്ചു, ഭക്ഷണം മാത്രം കൊടുത്തു. ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇരുട്ടുമുറി ഇരുട്ടത്ത് തുറന്നിട്ട് ഒരാൾ ഭക്ഷണം കൊടുക്കും, അപ്പൊ വാതിലടക്കും, അയാൾ ഒന്നും പറയില്ല. 14 വർഷം ആ കുട്ടിയെ പറ്റി. എന്നിട്ട് 14 വർഷം കഴിഞ്ഞ് വാതിൽ തുറന്ന് കുട്ടിയെ പുറത്തേക്ക് ഇറക്കി. ജന്മനായവൻ മനുഷ്യക്കുട്ടിയാണോ നോക്കാലോ. പുറത്തിറങ്ങി നോക്കുമ്പോ ഇവൻ വെളിച്ചം കാണുമ്പോ അട്ടഹസിക്കുന്നു, അലറുന്നു, മാന്തുന്നു. ഏതൊരു ഭീകര മൃഗത്തെക്കാളും ഭീകരനായിരിക്കുന്ന ഒരു ജന്തുവായി മാറി. അവനെ വെടിവെച്ചു കൊന്നു, വെടിവെച്ച് കൊല്ലേണ്ടി വന്നു. അപ്പൊ മനസ്സിലാക്കുക, ഉമ്മയും ഉപ്പയും മനുഷ്യരായതുകൊണ്ട് മാത്രം ഒരു കുട്ടി മനുഷ്യക്കുട്ടിയാവോ? ഇല്ല. ജനിച്ചതിന് ശേഷം കണ്ടതും കേട്ടതും അനുഭവിച്ചതും ചിന്തിച്ചതുമെല്ലാം കൂടിയിട്ടാണ് ഒരു മനുഷ്യത്വമായി വികസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ പണമുണ്ടാക്കുന്ന യന്ത്രങ്ങളാക്കാനല്ല, നമ്മുടെ കുട്ടികളെ തിന്നു തീർക്കാനുള്ള ഒരു മൃഗമാക്കാനല്ല, നമ്മുടെ കുട്ടികളെ മനുഷ്യത്വത്തിലേക്ക്, അവന്റെ ജീവിതം ആസ്വദിക്കുവാൻ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ രക്ഷിതാക്കൾ പരിശ്രമിക്കേണ്ടത്. അതിനെന്താണ് ചെയ്യേണ്ടത്? കുട്ടികൾക്ക് നല്ല പഠിപ്പുണ്ട്, അവരെ പഠിപ്പിക്കുന്ന മാഷന്മാർക്ക് നല്ല പരിശീലനവും കിട്ടുന്നുണ്ട്. പക്ഷേ രക്ഷിതാക്കൾക്ക് ആവശ്യമായ പരിശീലനം കിട്ടുന്നില്ല. നമ്മളെന്താ, പഴയതൊന്നും മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല. ആ അവസ്ഥയാണ്. നമ്മുടെ കുട്ടികളെ പറ്റി ഇപ്പൊ വ്യാപകമായി പരാതി പറയുന്നു. എന്താണ് ഇങ്ങനെ പരാതി പറയാൻ കാരണം? അവരെന്താ പഠിക്കാനിട്ടാ? നമ്മളെക്കാൾ നന്നായി പഠിക്കുന്നില്ലേ കുട്ടികൾ? നിങ്ങൾ ആലോചിച്ചോക്കട്ടെ, നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് ഈ LSS USS എന്നല്ല പറഞ്ഞ കണ്ടിനാ. ഇപ്പൊ എത്ര മക്കളെ വാങ്ങിയ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലേ? നമ്മൾ പഠിക്കുന്ന കാലത്ത് 600-ൽ 60% മാർക്ക്, 360 മാർക്ക് കിട്ടിയാൽ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എന്ന് പറയില്ലേ? ഇപ്പോഴോ 60% പറഞ്ഞ A+ ഉണ്ടാ, A ഉണ്ടാ, B+ ഉണ്ടാ? വെറും B മാത്ര അന്നത്തെ ഫസ്റ്റ് ക്ലാസ്. ഡിസ്റ്റിങ്ഷൻ 80% കിട്ടിയ ഒരു സ്കൂളെ രാജാവാ. ഇന്ന് 80% കൊണ്ട് 90% 9 വിഷയത്തിൽ കിട്ടി. ഒരു വിഷയത്തിൽ 89% പോയി. അപ്പുറത്തെ ബഷീറും ഗോപാലിനും വന്ന് ചോദിക്കൂ, എനിക്ക് A+ ഇല്ല അല്ലേ? തോറ്റുപോയോ മട്ടവാ? ഈ ചോദിക്കുന്ന ഗോപാലിനും ബഷീറും പണ്ട് 210 കിട്ടാണ്ട് തോറ്റ വിദ്വാന്മാരായിരിക്കും. എന്തൊരു പഠിപ്പാ നമ്മുടെ കുട്ടികൾക്ക്, എന്തൊരു ബുദ്ധിയാ! നല്ല ബുദ്ധിയാ നമ്മുടെ മക്കൾക്ക്, നമ്മളെക്കാൾ ബുദ്ധി കുട്ടികൾക്കുണ്ട്. കാരണം നമ്മുടെ വല്ല കുട്ടിക്ക് കിട്ടി. നമ്മളല്ലോ സ്കൂൾ പഠിക്കുന്ന കാലത്ത് മൊബൈൽ ഫോൺ പോയിട്ട് ലാൻഡ് ഫോണിൽ വിളിച്ചതാ ഇല്ല, കണ്ടിട്ടില്ല നമ്മൾ. ഇപ്പൊ ജനിച്ചു വീഴുമ്പോ തന്നെ ഇതിന്റെ എല്ലാ ഗിൽപ്പിത്തിരിയും കുട്ടിക്കറിയില്ലേ? അറിയാം. നമ്മളിൽ നിന്ന് മേലോട്ടാ കുട്ടി പറക്കുന്ന. നല്ല ബുദ്ധിയാ. പിന്നെ ആരോഗ്യോ? നമ്മളെ കുട്ടികളെ നോക്കിയാട്ടെ, എന്ത് സുന്ദരന്മാര് സുന്ദരികളാ.
ഞാനിങ്ങനെ ആലോചിക്കുക, ഇവരുടെ അതേ പ്രായത്തിൽ 5ാം ക്ലാസ് പഠിക്കുന്ന ഞാൻ, കണ്ണവ UP സ്കൂൾ പഠിക്കുമ്പോഴുള്ള ഞാനും എന്റെ ക്ലാസ്സിലെ കുട്ടികൾ കോലെന്ന പുകയൽ തണ്ട് പോലെ ജയിൽ ചാടിയ ഗോവിന്ദ ചാബിന്റെ ജയിലിൽ നെഞ്ചു കണ്ടില്ല, മെലിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി. അതുപോലെയാ നമ്മളെ കോലോ. വലിയ വയറുണ്ടാവും കേട്ടോ. ഗ്രഹണി എന്ന് പറഞ്ഞൊരു അസുഖം വന്നിട്ട് ചുമരിന് കിണ്ണം ചാരിയ പോലത്തെ വയറുണ്ടാവും. അന്ന് ഞങ്ങളെല്ലാം അക്കം പഠിച്ചത് 1, 2 എന്ന് പറഞ്ഞിട്ടല്ല. ആദ്യം പഠിച്ച അക്കം 11 11 കൈകൊണ്ടല്ല എഴുതുക, മൂക്കൊണ്ടാ. എല്ലാത്തിനും ജലദോഷമായിട്ട് മൂക്കുന്ന എപ്പോഴും 11 ഇറങ്ങി വരും. മനസ്സിലായി? ഇതാണ് പിടികിട്ടിയ തലയിൽ മുഴുവൻ പേര്. ഇന്ന് ഞാനൊരു പേരിനെ കണ്ടിട്ട് കാലം കുറയേ. ഇപ്പൊ പേരുണ്ടാ? നഗല കുയിനകായിട്ട് വൃത്തികെട്ട കോലം കെട്ട കുട്ടികളായിരുന്നു അന്ന് നമ്മുടെ നാട്ടിൽ. ഇപ്പൊ ഒരു കുട്ടിയുണ്ടോ? അങ്ങനെ ഇല്ല. നല്ല നീറ്റ കുട്ടികൾ, നല്ല സുന്ദരന്മാരാ, സുന്ദരികളാ, എന്ത് നല്ല ഉഷാറാ കുട്ടികള്. പിന്നെ 4 പ്രായമുള്ള ആൾ ഒത്തുചേരുമ്പോ എല്ലാം തുടങ്ങും തന്ത വൈബ്. എന്തൊന്ന് ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ലേ, കഞ്ചാവല്ലേ, MDMA അല്ലേ. എന്റെ ബാല്യത്തിൽ എന്റെ നാട്ടിൽ ഒരു 10-20 ചെറുപ്പക്കാരെങ്കിലും കഞ്ചാവ് വലിക്കുന്നവരുണ്ടായിരുന്നു. പിലാവിലയിൽ കോട്ടിയിട്ട് അയിലിട്ടിട്ട് കത്തിച്ചിട്ട് വലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്റെ നാട്ടിൽ ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളെ പോലും എനിക്ക് പരിചയമില്ല. പക്ഷെ അന്നത് TV-യിൽ വരില്ല, ഫേസ്ബുക്കിലും വരില്ല. ഇന്ന് ഏതെങ്കിലും മൂലക്ക് ഒരു കുറച്ച് MDMA വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് ഫ്ലാഷ് ന്യൂസ്, വടകരയിൽ കഞ്ചാവ്, എല്ലാരും അറിയൂ. അതുകൊണ്ട് എല്ലാം കഞ്ചാവാന്ന വിചാരം ഒന്നും അല്ല. നമ്മുടെ കുട്ടികളെല്ലാം നല്ല കുട്ടികളാട്ടോ. ഈ കുട്ടികൾ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ, നല്ല കുട്ടികളാ. പക്ഷെ കുറ്റം ആർക്കാന്നറിയോ? അവന് കൊടുക്കേണ്ട 3 ഘടകങ്ങളിൽ ഒന്ന് കൊടുക്കാൻ നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞില്ലേ, ജനാബ് അബ്ദുള്ളാജി പറഞ്ഞില്ലേ, ക്ലാസ് കൊടുക്കേണ്ട യഥാർത്ഥത്തിൽ കുട്ടിയൊക്കെയല്ല, രക്ഷിതാക്കൾക്ക. എന്താണെന്നറിയോ? അവർക്ക് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തില്ല. ഭക്ഷണം കൊടുത്താൽ മാത്രം രക്ഷിതാവോ? നിങ്ങൾ കൊടുത്തില്ലേ ഭക്ഷണം? വേറെ ആരും കൊടുക്കില്ലേ? കൊടുക്കും. വസ്ത്രം വാങ്ങിക്കൊടുത്താൽ മാത്രം രക്ഷിതാവോ? വസ്ത്രം നിങ്ങൾ കൊടുത്തില്ല, ആരും കൊടുക്കും. അത് കൊടുക്കലല്ല പണി. നിങ്ങൾ മക്കളെ ശരീരത്തെ പോറ്റിയിട്ട് എന്താ കാര്യം? ആടിനെ പോറ്റിയാലും കോഴിനെ പോറ്റിയാലും ഇറച്ചി വിൽക്ക. നിങ്ങളെ മക്കളെ ശരീരത്തെ പോറ്റിയിട്ട് ഇറച്ചി വിൽക്കാൻ പറ്റുമോ? ഇല്ല. പശുവിനെ പോറ്റിയാ പശുവിനെ കറന്ന് വിൽക്ക. നമ്മളെ മക്കളെ കറന്ന് വിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവരുടെ ശരീരത്തിന് ഭക്ഷണം കൊടുത്ത് വളർത്താനല്ല നമ്മളെ പണി. അവർക്ക് ബുദ്ധി വളർത്താൻ സ്കൂളിൽ പോകുന്നവര്. പിന്നെ എന്താ? ഒരു വ്യക്തിത്വത്തിന് 3 ഘടകങ്ങളുണ്ട് വളരാൻ. ആ 3 ഘടകങ്ങളിൽ 3ാമത്തെ ഘടകത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കുട്ടികൾ അല്പം പറയില്ല. അതിന് ഉത്തരവാദി രക്ഷിതാക്കളും സമൂഹവുമാണ്. ഏതാണ് ആ 3 ഘടകം? 1 ഞാൻ പറഞ്ഞു, ആരോഗ്യം ഗംഭീരമാണ്. 2 ബുദ്ധി, അതും ഗംഭീരമാണ്. 3ാമത്തെ ഘടകത്തിന്റെ പേര് മനസ്സ് എന്നാണ്. ഈ മനസ്സും ബുദ്ധിയും ഒന്നാണോ? അല്ല. മനസ്സും ബുദ്ധിയും തലച്ചോറിന് 2 ഭാഗത്താണ്. മനസ്സും ബുദ്ധിയും ഒന്നല്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് മനസ്സിലാണ് ഈശ്വര വിശ്വാസവും മറ്റുള്ള കാര്യങ്ങളൊക്കെ, ബുദ്ധിയിലല്ല. അതുകൊണ്ടാണ് റോക്കറ്റ് വിക്ഷേപിക്കുമ്പോ ശാസ്ത്രത്തിന്റെ അങ്ങേ തലക്കിലെത്തിയ ISRO ശാസ്ത്രജ്ഞൻ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോ ഗണപതിക്ക് തേങ്ങ ഉടക്കുന്നത്. മനസ്സിലായോ? കാരണം അത് ബുദ്ധിയുമായി ബന്ധപ്പെട്ടതല്ല, അത് മനസ്സുമായി ബന്ധപ്പെട്ടതാ അയാളുടെ ഒരു വിശ്വാസം. ശാസ്ത്രം പഠിച്ച് വലിയ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ പോകുമ്പോ രോഗികളുടെ ബന്ധുക്കളോട് പറയും പ്രാർത്ഥിക്കുന്നല്ലേ. അത് മനസ്സിലാ. ഈ ബുദ്ധി പറയാ, മനസ്സ് പറയാ. ഞാനൊരു തെളിവ് തരാം. പഹൽഗാമിൽ കുറെ ഭീകരന്മാര് കുറെ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നില്ലേ? ആ കൊന്ന ഭീകരന്മാർക്കെല്ലാം നല്ല ബുദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇത്ര കാലമായിട്ട് ഒരുത്തനെ പിടിക്കാൻ കിട്ടാഞ്ഞ്. അതുമാത്രല്ല, ഡോക്ടറേറ്റ് നേടിയ ആളുടെ കൂട്ടത്തില് കേരളത്തിൽ വന്ന് ഡിഗ്രി പാസ്സായ ആളുണ്ട്. പക്ഷെ കൊല്ലരുതെന്ന മനസ്സുണ്ടായില്ല. എന്നാൽ അവിടെ വെടിയേറ്റ് മരിച്ച ഒരു ഭർത്താവിന്റെ അടുത്തിരുന്ന് കരയുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? ആ പെണ്ണ് നാട്ടില് ഭർത്താവിന്റെ സംസ്കാരം കഴിഞ്ഞതിന് ശേഷം പത്രക്കാരെ വിളിച്ച് പറഞ്ഞറിയോ, എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ നിലവിളിക്കുമ്പോ, ആരോരുമില്ലാതിരിക്കുമ്പോ, ഒരു ഫോൺ പോലും കിട്ടാതിരിക്കുമ്പോ ഞങ്ങളെ സഹായിച്ചത്, ഞങ്ങളെ കുതിരയിൽ
കുതിരപ്പുറത്ത് കൂട്ടിക്കൊണ്ടുപോയ ആ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, കുതിരക്കാരനാ ഞങ്ങളെ ദൈവദൂതനെ പോലെ രക്ഷപ്പെടുത്തിയത്. ആ കുതിരക്കാരൻ 8ാം ക്ലാസ് തോറ്റിട്ടാണ് ഈ പണിക്ക് പോയേ. അവന് ബുദ്ധി കുറവാ, പക്ഷെ നല്ല മനസ്സുണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ ബുദ്ധി വേറെ, മനസ്സ് വേറെ. ആ മനസ്സ് വളർത്തണം. ഈ മനസ്സ് വളർത്തുന്ന ഒരു ട്യൂഷൻ സെന്റർ ഉണ്ട്, അറിയാവോ? മനസ്സ് വളർത്തുന്ന ട്യൂഷൻ സെന്റർ സർവകലാശാല ഏതാണെന്നറിയോ? പുറത്തൊന്നുമല്ല, അതിന്റെ പേരാണ് കുടുംബം. മനസ്സ് വളർത്തുന്ന ഇടമാണ് കുടുംബം. നമ്മുടെ കുട്ടികളുടെ മനസ്സ് ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ മനസ്സിൽ പുഴുക്കുത്തുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഉപ്പയും ഉമ്മയുമാണ് അതിന് 1ാം പ്രതിയും 2ാം പ്രതിയും. മനസ്സിലായിക്കൊള്ളുക. കാരണം നമ്മളെ കുട്ടികളെല്ലാം നല്ല കുട്ടികളായിട്ടല്ലേ ജനിച്ചത്. ആരെങ്കിലും കുട്ടി ഉണ്ടായപ്പോ ഇബ്ലീസിന്റെ കാരുണ്യം കൊണ്ട് എനിക്കൊരു മോനെ കിട്ടി എന്ന് പറഞ്ഞോ? ഇല്ല. എന്താ പറഞ്ഞേ? പടച്ചോന്റെ കാരുണ്യല്ലേ. അപ്പൊ പടച്ചോൻ തരുമ്പോ പടച്ചോന്റെ അടുത്തുള്ള ഗുണം തന്നിട്ടല്ലേ വിട്ടിട്ടുണ്ടാവുക. കുട്ടി, ഓരോ കുട്ടിയും ജനിക്കുമ്പോ ദൈവതുല്യരാ. അവൻ ദൈവം കൊടുത്തത് കൊണ്ടേ കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ല നിങ്ങള് മക്കൾ ജനിക്കുമ്പോ കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും കുട്ടി വെറും കൈയോടെ ജനിച്ചിട്ടുണ്ടോ? കുട്ടി ജനിക്കുമ്പോ ഇങ്ങനെയാണോ കൈ ഉണ്ടാവുക? ഇങ്ങനെയാണോ? ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഇങ്ങനെ കൈയും വെച്ചിട്ട് ഏതും കുട്ടി ജനിച്ചില്ല. ഇങ്ങനെയല്ല കുട്ടീന്റെ കൈ ഉണ്ടാവുക. അപ്പൊ ഇവൻ എന്തോ കൊണ്ടുവന്നിട്ടില്ലേ കയ്യില്? എന്താ കൊണ്ടുവന്ന? കിൻഡർ ജോയ്യ, അൽഫാമാ? ഓൻ കൊണ്ടുവന്നെന്താന്ന് ഓൻ വിളിച്ചു പറയുന്നുണ്ട് നമ്മളോട്. പക്ഷെ നമുക്ക് ഓന്റെ ഭാഷ അറിയില്ല. നമ്മൾ പറയും കുട്ടി കരയുന്നാണ്. എന്തിനാ കരയുന്നത്? ഓൻ കരയുന്നത് ഗാസയില് പട്ടിണിക്കാരായ കുറെ ആൾ മരിച്ചു പോകുന്ന സങ്കടം കൊണ്ടാ? ഉക്രൈനിലെ റഷ്യ ആക്രമിച്ചതിൽ ദേഷ്യം വന്നിട്ടാ? കന്യാസ്ത്രീകളെ പിടിച്ചിട്ട് അകത്തിട്ടതിൽ ദേഷ്യം വന്നിട്ടാ? ഒന്നുമല്ല. അവൻ കരയുന്നതല്ല, അവൻ വിളിച്ചു പറയാ ഉപ്പാ, ഉമ്മാ, പഞ്ചായത്ത് മെമ്പറേ, നാട്ടുകാരെ ഓടിവാ, ഞാനിതാ പാട്ടുപാടാനുള്ള കണ്ഠം കൊണ്ടുവന്നിട്ടുണ്ട്, ചിത്രം വരയ്ക്കാനും കവിത എഴുതാനുള്ള വിരലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, സ്നേഹിക്കാനുള്ള ഹൃദയം കൊണ്ടുവന്നിട്ടുണ്ട്, ചിന്തിക്കാനുള്ള തലച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, അധ്വാനിക്കാനുള്ള കൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്, നൃത്തം ചെയ്യാനുള്ള കാലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അരുവാങ്ങും ഇന്നരുവാങ്ങും ആരാമത്തിന്റെ രോമാഞ്ചം. അപ്പോ നമ്മുടെ പണി എന്താ? അവന്റെ കഴിവുകൾ ഏറ്റുവാങ്ങണം. എനിക്ക് തരൂ പഞ്ചാര പാല് മിഠായി, പുഞ്ചിരി പഞ്ചാര പാല് മിഠായി. അത് ഏറ്റുവാങ്ങുന്നവനാണ് രക്ഷകർത്താവ്, അധ്യാപകൻ. അത് ഏറ്റുവാങ്ങാൻ നമുക്ക് നേരമില്ല. നമുക്ക് അങ്ങോട്ട് കൊടുക്കലേ നേരമുള്ളൂ, ഇങ്ങോട്ട് വാങ്ങലില്ല. നിങ്ങൾ കുട്ടികളിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുക. വാങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ കൊടുക്കാൻ കുട്ടികൾ തയ്യാറാ. ആർക്കും വേണ്ടെങ്കിൽ കുട്ടികൾ എന്തോ കൊടുക്കോ? ഇല്ല. നിങ്ങളിപ്പോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ സ്റ്റാറ്റസ് ഇട്ടാൽ കുറെ കഴിഞ്ഞിട്ട് അപ്പൊ എടുത്ത് നോക്കുന്നില്ലേ? ആരും കൊണ്ട് എന്റെ നോക്കിനോ? ആരെങ്കിലും ലൈക്ക് ഇട്ടിനോ? അന്നേരം നമുക്ക് സന്തോഷമില്ലേ? അതുപോലെ കുട്ടികൾക്ക് അവർ കൊണ്ടുവന്നത് വാങ്ങാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ ബുദ്ധി വികസിക്കും. നമ്മൾ അത് ഏറ്റുവാങ്ങണം. നമുക്ക് അവനോട് അങ്ങോട്ട് പറയാൻ എത്ര നാവുണ്ട്? 1. അവൻ പറയുന്നത് കേൾക്കാൻ എത്ര കാതുണ്ട്? 2. അപ്പൊ പറയുന്നതിന്റെ ഇരട്ടി കേൾക്കണം. അവൻ ഏറ്റുവാങ്ങണം. നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികളാണ്. ആ കുട്ടികൾ സംശയങ്ങൾ ചോദിക്കും, ചോദ്യങ്ങൾ ചോദിക്കും. അവന് സ്വതന്ത്രമായ ഒരു വ്യക്തിത്വം വളർത്തിയെടുക്കാൻ നിങ്ങൾ കൂടെ നിൽക്കുക. അതെങ്ങനെ കൂടെ നിൽക്കും? ഞാനൊരു കണക്ക് ചോദിക്കാം നിങ്ങളോട്, ഒരു ചെറിയ കണക്ക് കേട്ടോ. ഈ കണക്കിന് ഉത്തരം ആരും പറയണ്ട. ഉത്തരം അറിയുന്നവർ കൈപൊക്കിയാ മതി. ഞാൻ അവരോട് ചോദിക്കും. നമ്മളെ മാഷന്മാർക്ക് സ്കൂളിൽ ഒരു സ്വഭാവമുണ്ട്. ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം അറിയാത്ത ആളോട് ആദ്യം ചോദിക്കുക. പഠിക്കുന്ന കുട്ടികളോട് ലാസ്റ്റേ ചോദിക്കും, അല്ലേ? അത് ആദ്യം തന്നെ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ ബാക്കിയുള്ള ആൾക്ക് ടെൻഷൻ വേണ്ടല്ലോ. എന്റെ അഭിപ്രായം ഉത്തരം അറിയുന്നവരോട് മാത്രമേ ചോദിക്കുള്ളൂ. അതുകൊണ്ട് ഉത്തരം അറിയെങ്കിൽ കൈപൊക്കി അവരോട് ചോദിക്കും കേട്ടോ. ഇവിടെ ഡ്രൈവിംഗ് അറിയാവോ നിങ്ങൾക്ക്? ഡ്രൈവിംഗ് അറിയാവോ? ഡ്രൈവിംഗ് അറിയുന്നവരൊന്ന് കൈപൊക്കിയ. 2 3 ഡ്രൈവിംഗ് അറിയും. 4 ഡ്രൈവിംഗ് പഠിക്കണം കേട്ടോ. ഡ്രൈവിംഗിന്റെ പ്രത്യേകത അറിയാവോ? ഡ്രൈവിംഗിന്റെ പ്രത്യേകത
ലോകത്ത് കള്ളപ്പണിയെടുക്കാൻ പറ്റാത്ത ഒരേ ഒരു പണിയേ ഉള്ളൂ ഡ്രൈവിംഗ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബ്രേക്ക് ഇപ്പൊ ചവിട്ടൂല, കുറച്ച് കഴിഞ്ഞിട്ട് ചവിട്ടു എന്ന് പറയാൻ പറ്റുമോ? സ്റ്റെയറിംഗ് അത്രയൊന്നും തിരിക്കൂല എന്ന് പറയാൻ പറ്റുമോ? ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യുന്ന പണിയാണ് ഡ്രൈവിംഗ്. നിങ്ങൾ എല്ലാവരും ഒരു വണ്ടി ഓടിക്കുന്നതാണ് വിചാരിക്കാൻ ഒരു പ്രയാസമുണ്ടോ? ഇപ്പോ വിചാരിക്കുക. ഇനി കണക്ക് ശ്രദ്ധിച്ചോളെ, കുട്ടികൾ ശ്രദ്ധിച്ചോളെ, കണക്ക് എന്നോടാ പറയുന്നത്, കണക്ക് ശ്രദ്ധിച്ചോ. ഈ വണ്ടി 2 കിലോമീറ്റർ ഓടിയേരം 4 ആൾ അതിൽ കയറി. പിന്നെ 4 കിലോമീറ്റർ ഓടിയപ്പോ 2 ആൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെയും വണ്ടി 5 കിലോമീറ്റർ ഓടിയപ്പോ 10 ആള് കയറി. 10 കിലോമീറ്റർ ഓടിയപ്പോ 5 ആൾ ഇറങ്ങിപ്പോയി. ഇനിയാണ് ചോദ്യം, കണക്കൊന്നും കൂടി പറയണോ? ഒന്നുകൂടി പറയണോ? വേണ്ടേ? വേണമെന്നുള്ളായിരുന്നുണ്ടോ? 2 കിലോമീറ്റർ ഓടിയപ്പോ 4 ആള് കയറി. 4 കിലോമീറ്റർ ഓടിയപ്പോ 2 ആൾ ഇറങ്ങിപ്പോയി. 5 കിലോമീറ്റർ ഓടിയപ്പോ 10 ആള് കയറി. 10 കിലോമീറ്റർ ഓടിയപ്പോ 5 ആൾ ഇറങ്ങിപ്പോയി. ചോദ്യം ഇതാണ്, ആ വണ്ടിയുടെ ഡ്രൈവർ വയസ്സ് എത്രയായിരിക്കും? ഒരാള് കൈപൊക്കി, 2 ആള് കൈപൊക്കി, 3 ആള് കൈപൊക്കി, 4, 5, 6, 7 ആള് കൈപൊക്കി. അപ്പോ മുതിർന്ന ആൾ ആദ്യം കൈപൊക്കിയത് കുട്ടിയൊക്കെ ആദ്യം ചാൻസ് കൊടുക്കുക, കൃത്യസംഖ്യ പറ. വെറുതെ കൈപൊക്കിയതാ? തമാശയാക്കുന്നു. 7 നിങ്ങൾ പറഞ്ഞോ? 65 ഓൻ പറഞ്ഞോ? നീ കൈപൊക്കിയില്ല. നീ കൈപൊക്കിയില്ല, എന്തിനാ? 70 ആരാ പറഞ്ഞേ? നിങ്ങളാ? 70 ഓക്കെ. ഇനി ആരാ പറ? 32. ഇനി ഇത് കൊണ്ടാ പറഞ്ഞോ? 11 ഓക്കെ. അപ്പൊ ഇതിന് 2 ഉത്തരം മാത്രമേ തെറ്റുള്ളൂ. ഒന്ന് 7 എന്ന് പറഞ്ഞതും ഒന്ന് 70 എന്ന് പറഞ്ഞതും. ആ 2 തെറ്റാ, ബാക്കിയെല്ലാം ശരിയാ. അവരെല്ലാം അവരുടെ സ്വന്തം വയസ്സാ പറഞ്ഞു. നിങ്ങൾക്ക് 70 വയസ്സൊന്നും ആയിട്ടില്ല. ഈ മോക്ക് 7 വയസ്സല്ല, 11 വയസ്സ്. കാരണം ഞാൻ ചോദ്യത്തിൽ പറഞ്ഞു നിങ്ങളൊരു വണ്ടി ഓടിക്കുന്നാന്ന് വിചാരിക്കുക. അപ്പൊ ആരാ ഡ്രൈവർ? നിങ്ങളാ ഡ്രൈവർ. അപ്പൊ ഉത്തരം പറഞ്ഞാൽ ഒരു കയ്യടി കൊടുത്ത ഈ കയ്യടിച്ച ആളില്ലേ, അവർക്ക് എന്താ ഉത്തരം കിട്ടാഞ്ഞെന്നറിയോ? ഉത്തരം കിട്ടാഞ്ഞ 2 കാരണങ്ങൾ കൊണ്ടാ. ഒന്ന്, ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണെന്ന് ഓർമ്മയില്ല. നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്. നമ്മൾ ഉപ്പയോടിക്കുന്ന, ഉമ്മയോടിക്കുന്ന, കൂട്ടുകാരോടിക്കുന്ന, നാട്ടുകാരോടിക്കുന്ന വണ്ടിയിൽ അങ്ങ് പോക്കാം. എന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാ. എന്റെ ജീവിതം ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ റിവേഴ്സ് ഗിയർ പോണോ എന്ന് തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഓനെന്നാ തിന്നുന്ന ലേസ് എനക്കും വേണം ലേസ്. ഓനെന്നാ തിന്നുന്ന ഐസ് എനക്കും വേണം ഐസ്. ഓനെങ്ങനെയാ മുടി മുറിച്ച് എത്തിയ പോലെ എനക്കും അതുപോലെ മുടി മുറിക്കണം എന്നല്ലാതെ എനിക്കെന്ത് വേണമെന്നും എനിക്കെന്ത് വേണ്ട എന്നും തീരുമാനിക്കാനുള്ള തന്റെ ഇടം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കലാ പ്രധാന ദൗത്യം. അതുകൊണ്ട് എന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണ്. രണ്ടാമത്തെ കാര്യം, ഈ LSSന്റെ കുട്ടികൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പഠന സമ്പ്രദായം ഇനി മാറ്റണം കേട്ടോ. 4ാം ക്ലാസ് കഴിഞ്ഞ് 5ലെത്തിയില്ലേ? ഇനി പഠന സമ്പ്രദായം മാറ്റം. നമ്മളെ പഠന സമ്പ്രദായം എന്താ? ചോദ്യം വായിക്കൂ, ഉത്തരം പഠിക്കൂ, അല്ലെ? തെറ്റാണത്. ചോദ്യം വായിച്ച് ഉത്തരം പഠിക്കുന്ന ശീലം ഒഴിവാക്കുക. നിങ്ങൾ പഠിക്കേണ്ടത് ചോദ്യമാണ്. ചോദ്യം പഠിക്കുക. നിങ്ങളൊരു വണ്ടി ഓടിക്കുന്നെന്ന് വിചാരിക്കുക, ഞാൻ പറഞ്ഞിരുന്നില്ലേ? അത് ചോദ്യത്തിൽപ്പെട്ടതല്ലേ? അത് പഠിച്ചിരുന്നെങ്കിൽ ഉത്തരം എല്ലാവർക്കും കിട്ടുമായിരുന്നില്ലേ? ചോദ്യം പഠിക്കുന്ന കുട്ടികളാണ്, ചോദ്യം ചോദിക്കുന്ന കുട്ടികളാണ് നല്ല കുട്ടികൾ. ഉത്തരം പഠിക്കലല്ല, ഉത്തരത്തിലെത്തല. ഞാനിപ്പോ വീട്ടിലിരുന്നിട്ട് നിങ്ങളുടെ സ്കൂളിനെ പറ്റി പഠിക്കുക. ഇതിന്റെ മാനേജർ ആരാ? എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? 1926 മുതൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഈ സ്കൂള്. ഒരുപാട് സ്കൂളുണ്ട്. ഇതിനെ പറ്റിയല്ല പഠിക്കുക. ഞാൻ പുറപ്പെട്ടില്ല, ട്രെയിനിൽ കയറിയില്ല, ഞാൻ ഇവിടെ എത്തിയില്ലെങ്കിൽ ഞാൻ അവിടുന്ന് പഠിച്ചിട്ട് എന്തോ കാര്യമുണ്ടോ? എന്റെ വില പോയില്ലേ? ഞാൻ ഇവിടെ എത്തല പ്രധാനം. ഉത്തരം പഠിക്കലല്ല, ഉത്തരത്തിൽ എത്തലാണ് പ്രധാനം. ഉത്തരത്തിലെത്തണം. എങ്ങനെ ഉത്തരത്തിലെത്തും? ചോദ്യം ഉത്തരത്തെ പിടിച്ചു വലിക്കും. ചോദ്യം വരനാണ്, ഉത്തരം വധുവാൻ. ഒരുത്തം പെണ്ണ് കാണാൻ പോകുമ്പോ ഉത്തരത്തെ സ്വീകരിക്കാനല്ലേ പെണ്ണ് കാണാൻ പോകുന്നത്?
അപ്പൊ സ്വീകരിക്കാൻ അവന്റെ വീട്ടിൽ ഒരു റൂം ഒരുക്കണ്ടേ? ആ റൂമിൽ ആള് വന്ന് കയറുന്നവരെ ഇപ്പം പെണ്ണ് കാണാൻ പോയിക്കൊണ്ടിരിക്കും. ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നത് വരെ മനസ്സ് ചോദിച്ചുകൊണ്ടേയിരിക്കും, നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കും. ചോദ്യം ചോദിച്ചാൽ ഇടുമ്പോ ഉത്തരത്തെ സ്വീകരിക്കാൻ ഒരു സ്പേസ് തുറന്നില്ലേ? ആ സ്പേസ് ഒഴിഞ്ഞു കിടക്കും, ന്യൂനമർദ്ദമാവും. ഈ ന്യൂനമർദ്ദമാണ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമാണ് അറബിക്കടലിൽ നിന്ന് കാറ്റടിച്ചിട്ട് മഴയെ പിടിച്ചു വലിക്കുന്നത്. മനസ്സിലായോ? സിറിഞ്ചിന്റെ പുറകിൽ നിന്ന് പിസ്റ്റൺ വലിക്കുമ്പോ അതിനുള്ളിൽ ഉണ്ടാകുന്ന വാക്വം ന്യൂനമർദ്ദമാണ് കുപ്പിയിലെ മരുന്ന് സിറിഞ്ചിലേക്ക് കയറാൻ പ്രേരിപ്പിക്കുന്നത്. മനസ്സിലായോ? ന്യൂനമർദ്ദം ഞാൻ നിങ്ങൾക്ക് അതിന്റെ ശക്തി എന്തെന്ന് നേരിട്ടൊരു ഡെമോൺസ്ട്രേഷനിലൂടെ കാണിച്ചു തരാം. ഈ ഗ്ലാസ്സിലെ വെള്ളം നോക്കൂ. ഈ ഗ്ലാസ്സിലെ വെള്ളം എന്റെ കയ്യിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ? എന്നാ ഇതെന്റെ കയ്യിൽ കമഴ്ത്തി വെച്ച മറിഞ്ഞു പോയില്ലേ? മറിഞ്ഞു പോയില്ലേ? മറിഞ്ഞു പോകുന്നില്ലല്ലോ. വെള്ളം മറിഞ്ഞു പോകുന്നില്ല. എന്തുകൊണ്ടാ മറിഞ്ഞു പോകാത്തത്? ഇങ്ങനെ വീഴുന്നില്ല. എന്തുകൊണ്ടാ വീഴാത്തത്? എങ്ങനെയാ? ഞാനിത് പിടിച്ചിട്ടൊന്നുമില്ല, ഇത് ടൈറ്റാണ്. എന്താ ഇവിടെ സംഭവിച്ചത്? ഞാൻ കൈ ഇങ്ങനെ വെക്കുന്നു, ഉയർത്തുന്നു. ഇത് മാജിക് അല്ല, ഇത് ശാസ്ത്രമാണ്. ഞാൻ കൈ 4 ഭാഗം അമർത്തി വെച്ചു, 4 ഭാഗം അമർത്തി വെച്ചു. എന്നിട്ട് 2 വിരൽ താഴോട്ട് ചലിപ്പിച്ചപ്പോ എന്റെ ഉള്ളം കൈ മാത്രം മേലോട്ട് ഉയർന്നു. അപ്പൊ അവിടെ ചെറിയ ന്യൂനമർദ്ദവും വാക്കും ഉണ്ടായി. ആ വാക്വത്തിന്റെ കരുത്തില. ഇത് ടൈറ്റാ. ഇതിന്റെ സൈഡിലൂടെ വായു കയറ്റിയാൽ മാത്രമേ ഇത് കിട്ടൂ. ഈ തത്വം പുറത്ത്, അകത്തുള്ള തത്വമാണ് ചോദ്യം. ചോദ്യം ചോദിക്കുമ്പോ ഉത്തരത്തെ സ്വീകരിക്കാൻ ഒരു ത്വര ഉണ്ടാവും. ചോദ്യം പഠിക്കുന്ന കുട്ടികളാവണം. മനസ്സിലായോ? ചോദ്യമാണ് പ്രധാനം. ചോദ്യം ചോദിക്കുന്ന കുട്ടികളാവുക. നിരന്തരം പ്ലസ് ആവണം. ഇവരിപ്പോ LSS കഴിഞ്ഞാൽ അടുത്ത ഇനിയും പ്ലസ് ആവണ്ടേ? USS. അത് കഴിഞ്ഞാൽ SSLC പ്ലസ് ആവണ്ടേ? എന്താണ് ഈ പ്ലസ്? പ്ലസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ സ്കൂളിൽ വരുമ്പോ നമ്മുടെ ബുദ്ധിയും നമ്മുടെ സംസ്കാരവും എത്രയുണ്ടോ അതിനേക്കാൾ കുറച്ചുകൂടി വർദ്ധിച്ചിട്ട് തിരിച്ചു പോയിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ സ്കൂളിൽ വന്ന വെറുതെയാണ്. തിരിച്ചു പോകുന്ന കുട്ടി, സ്കൂളിൽ വരുമ്പോഴുള്ള കുട്ടിയാവരുത്. തിരിച്ചു പോകുമ്പോ കുറച്ചുകൂടി പ്ലസ് ആവണം. പ്ലസിന്റെ മലയാളം എന്താ? പ്ലസ് കൂട്ടണം. കൂട്ടുമ്പോ കുറയുന്ന സാധനം ഉണ്ട്. എന്താ അത്? കൂട്ടുന്തോറും കുറയുന്ന സാധനം. കൂട്ടുന്തോറും കുറയുന്ന സാധനം എന്താ? കറി. മാനേജർ നല്ല സമർത്ഥനെന്ന് മനസ്സിലായില്ലേ? കൂട്ടാനില്ലേ? കൂട്ടുന്തോറും കുറഞ്ഞു വരൂലേ? അതാണ്. അതിന് കറിക്ക് കൂട്ടാന്റെ പേര് വന്ന എങ്ങനെയാണെന്നറിയോ? ചോറിനോട് കൂട്ടുന്നതുകൊണ്ട്. നിങ്ങൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോ തൂക്കം കൂടിയെന്ന് നോക്കുക? ഇല്ല. നിങ്ങളുടെ ബുദ്ധിയും സംസ്കാരവും സ്നേഹവും വർദ്ധിച്ചിട്ടുണ്ടോന്നാ, നിങ്ങളുടെ മനസ്സ് വർദ്ധിച്ചിട്ടുണ്ടോന്നാ. അപ്പൊ ശരീരവും ബുദ്ധിയും കൂടെ മനസ്സും കൂടി ചേരണം. NPK എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? രാസവളത്തിലും ജൈവവളത്തിലുള്ള 3 ഘടകങ്ങളാണ് NPK. നൈട്രജൻ, ഫോസ്ഫറസ്, കാലിയം. കാലിയം എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്. ഇതിൽ നൈട്രജനും ഫോസ്ഫറസും മാത്രം ഇട്ടിട്ട് പൊട്ടാഷ് ഇട്ടിട്ടില്ലെങ്കിൽ കായ് ഉണ്ടാവില്ല. ഫോസ്ഫറസും പൊട്ടാഷും ഇട്ടു, നൈട്രജനിലെ കായ് ഉണ്ടാവില്ല. ഇത് 3ഉം കൃത്യമായ അളവിൽ ചേരണം. നമ്മുടെ കുട്ടികൾ നല്ല ബുദ്ധിയുണ്ട്, എന്നിട്ടോ SLCക്ക് നല്ല മാർക്ക് വാങ്ങി, എന്നിട്ടോ +2 നല്ല മാർക്ക് വാങ്ങി, എന്നിട്ടോ ഡിഗ്രിക്ക് നല്ല മാർക്ക് വാങ്ങി, എന്നിട്ടോ എഞ്ചിനീയറിംഗ് ചേർന്നു, എന്നിട്ടോ നല്ല മാർക്ക് വാങ്ങി, എന്നിട്ടോ പ്ലേസ്മെന്റ് കിട്ടി, എന്നിട്ട് ജോലി കിട്ടിയിട്ട് വലിയ ശമ്പളം വാങ്ങിയിട്ട് കൊട്ടാരം പോലത്തെ വീടെടുത്തിട്ട് അവിടെ വലിയ മതില് കെട്ടി, എന്നിട്ടോ ആ മതിലിന്റെ ഉള്ളില് കുറെ ചെടി വെച്ച് ബാഗി പിടിപ്പിച്ചു, എന്നിട്ട് അപ്പോഴേക്ക് പിരിഞ്ഞു. എന്നിട്ട് വീട്ടിലിരുന്നിട്ട് പേടിച്ചിട്ട് ഒരു വലിയ നായിനെ പോറ്റി. എന്നിട്ട് എപ്പാ ഗേറ്റ് തുറക്കുക ഈ നായിനെ കൂടാ കൊണ്ടാക്കാൻ മാത്രം. ഇങ്ങനെ കുറെ ജന്മങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടില്ല. ഗേറ്റ് തുറന്ന് നാട്ടിൽ റോഡിൽ ഇറങ്ങുന്നത് നായനെ കൂടാ കൊണ്ടാക്കാൻ. മനുഷ്യന്മാരുമായിട്ട് ഒരു ബന്ധമില്ല. ഇതിനാണോ മനുഷ്യജന്മം? മനുഷ്യജന്മം പ്രകൃതിയോടും സംസ്കാരത്തോടും മനുഷ്യന്മാരോടും കാലത്തോടും ദേശത്തോടും എല്ലാം കണക്ട് ചെയ്യണ്ടേ? ആ കണക്ട് ചെയ്യുന്ന പ്രക്രിയ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മനുഷ്യക്കുട്ടിയല്ല. അതാണ് പ്രധാനം. അതിനെന്ത് വേണം? പ്രകൃതിയോട് സല്ലപിക്കണ്ടേ?
ഒരു ഉമ്മാന്റെ മടിയിൽ ഒരു കുട്ടി ഇരിക്കുക. ഉമ്മ ഇങ്ങനെ നാളെ പെരുന്നാള് വരുന്നോ, റംസാൻ മാസത്തിന്റെ അവസാനത്തെ ദിവസം നാളെ പെരുന്നാളുണ്ടോ, ചന്ദ്രക്കര ആകാശത്ത് പൊങ്ങുന്നുണ്ടോ നോക്കി ഇരിക്കുമ്പോ മടിയിലിരിക്കുന്ന കുട്ടി ഉമ്മ ആന്താ ബായയില എങ്ങനെ ആടുന്നതെന്ന് ചോദിച്ചു. ഏടുന്നാടുന്ന്? അതാ ആടുന്ന്. കുട്ടി നോക്കുമ്പോ സാധാരണ ഇലകൾ ആടുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വാഴയില കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ആടുക, കണ്ടില്ലേ, ഇങ്ങനെ ആടുക, ആന തലയാട്ടും പോലെ. അപ്പൊ ഈ ഉമ്മ എന്താ പറഞ്ഞേ? ആടുന്ന ആടിക്കോട്ടെ വലാലെ, എനിക്കെന്താ, തീർന്ന്. ആ കുട്ടീന്റെ മാനസിക വളർച്ച തീർപ്പടത്തി. എന്നാൽ ആ ഉമ്മ പറഞ്ഞു കൊടുക്കുക, പടിഞ്ഞാറൻ ചക്രവാളത്തിൽ വാളംപൂയിന്റെ ഷേപ്പിൽ ചന്ദ്രക്കല പൊങ്ങുന്ന കണ്ടോ മോനെ? വളൻ പൂഴി പോലെ അമ്പേലി പൊങ്ങുമ്പോൾ കുലവാഴ കൈകളിൽ ഊഞ്ഞാലിലാടുന്ന കുഞ്ഞീളം പൂങ്കാറ്റ് തക്ബീർ ചൊല്ലുന്നോ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. വാഴയിലൂടെ ആട്ടം കണ്ടിട്ട് അത് തക്ബീറിന്റെ താളത്തിൽ തലകുലുക്കുകയാണ് മോനെ എന്ന് പാടിക്കൊടുത്ത ഒരു ഉമ്മയായി നിങ്ങൾക്ക് മാറാൻ പറ്റുമോ? അതാ ചോദ്യം. പുഴുങ്ങി ഇട്ടുകൊടുക്കലല്ല നിങ്ങളെ പണി. അവന്റെ മനസ്സ് പുഴുങ്ങാതെ പുഷ്പിക്കാൻ അനുവദിക്കുക. അങ്ങനെ അനുവദിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ബുദ്ധി വളരുമ്പോഴും നമ്മുടെ കുട്ടികൾക്ക് നേരിടുന്ന ഒരു അസുഖമുണ്ട്, അറിയുമോ? ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പുതിയ പുതിയ വാക്കുകൾ കൂട്ടിച്ചേർക്കും. അങ്ങനെ ആ ഡിക്ഷണറിയിൽ പുതുതായി ചേർത്തൊരു മലയാളം വാക്കുണ്ട്, അറിയാമോ? ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ചേർത്തൊരു മലയാളം വാക്കുണ്ട്. ആർക്കും പറയും ആ വാക്ക്? ആ വാക്കാണ് നമ്മുടെ മാനേജർ പറഞ്ഞ നേരത്തെ ഉത്തരം, കറി. CURRY. അതിപ്പോ ഇംഗ്ലീഷായി മാറി കേട്ടോ. നമ്മളെ മലയാളികളിൽ നിന്ന് പോയതാ കറി. എന്നാൽ ഇക്കൊല്ലം ഒരു പുതിയ വാക്ക് ചേർത്തിട്ടുണ്ട്, മലയാളം അല്ല കേട്ടോ. എല്ലാ വർഷവും പുതിയ വാക്കുകൾ ചേർക്കും. ഇക്കൊല്ലം ചേർത്ത വാക്ക് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ബ്രെയിൻ റോട്ട് എന്നാണ്. ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ മസ്തിഷ്ക വരൾച്ച. നമ്മുടെ കുട്ടികൾക്ക് മസ്തിഷ്കം വളരുന്നുണ്ട്, ബുദ്ധി കൂടുന്നുണ്ട്, പക്ഷെ അതിന് ആർദ്രതയില്ല, നനവില്ല, വരണ്ടുണങ്ങിയതാണ്. അവർക്കൊരു പ്രയാസം കാണുമ്പോ ഒരു സഹതാപമില്ല, ഒരു പുഞ്ചിരി കാണുമ്പോ ഹായ് എന്നൊരു സന്തോഷമില്ല, അവർക്കൊരു പൂവിനെ കാണുമ്പോ ഒരനുഭൂതിയില്ല, അവർക്ക് അൽഫാം കാണുമ്പോ ആവേശമുണ്ട്, ചിക്കൻ കബാബ് കാണുമ്പോ ഇൻട്രസ്റ്റ് ഉണ്ട്, തിന്നണ്ട കാണുമ്പോ മാത്രം താല്പര്യം, മനുഷ്യത്വത്തിന്റെ ഒരു താല്പര്യമില്ല. അങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരരുത്. അതിനെന്താ വേണ്ടത്? മനസ്സ് വളർത്തുക. മനസ്സ് വളർത്താൻ എന്താ വേണ്ടത്? മനസ്സ് വളർത്താൻ്റെ സർവകലാശാലയ കുടുംബം. അതിന്റെ വൈസ് ചാൻസലറാണ് ഉമ്മ, അമ്മ. അതിന്റെ പ്രോ വൈസ് ചാൻസലറാണ് ഉപ്പ, അച്ഛൻ. ഉമ്മയാണ് വീട്ടിലെ വലിയ മേലെയുള്ള ആള്. കാരണം വീട്ടിൽ എപ്പോഴുള്ള ആളാരാ? ഉമ്മയല്ലേ. ആണുങ്ങൾ എന്തിനാ വീട്ടിൽ വരിക? ആ ഞം 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 ഞം, കറക്റ്റാ. ഭക്ഷണം കഴിക്കാൻ, പിന്നെയോ ഉറങ്ങാൻ, പിന്നെയോ സാധനം കൊണ്ടേക്കാൻ, പിന്നെയോ കക്കൂസ് പോവാൻ. ഈ 4 കാര്യത്തിൽ ആണുങ്ങൾ വീട്ടിൽ വരൂ. വെറുതെ പുറത്തു പോകും, വെറുതെ പുറത്തു പോകും. എന്നാ പെണ്ണുങ്ങളോ വെറുതെ പുറത്തു പോവോ? എങ്ങോട്ട് ആയിഷ പോകുന്നത്? വെറുതെ ഒന്ന് ടൗണിൽ വെറുതെ പോവോ? വെറുതെ വീട്ടിലിരിക്കൂ. ആവശ്യത്തിന് മാത്രം പുറത്തു പോകും പെണ്ണുങ്ങൾ. നിങ്ങൾ വീട്ടിലിരിക്കുക, വെറുതെ അല്ല. നിങ്ങളുടെ ഓരോ ചലനവും, ഓരോ വാക്കും, ഓരോ നോക്കും കുട്ടിയുടെ സ്വഭാവം രൂപീകരിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ കുട്ടികളുടെ ഒരു സ്വഭാവം കണ്ടില്ല, പെട്ടെന്ന് ദേഷ്യം വരിക. ഒരുത്തൻ രാവിലെ പുറപ്പെട്ടിട്ട് കൊണ്ട് ഉമ്മാനെ അടിച്ച് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഉപ്പാന്റെ ഏട്ടനെ കൊന്ന് 5 എണ്ണത്തിനെ കൊന്ന് വീട്ടിൽ വന്നു ഇല്ലേ? ആലോചിച്ചിട്ട് ഒരു ചെക്കൻ ഒരു കൂസലുമില്ല, ചെറിയ വിഷയത്തിന് വലിയ ദേഷ്യം വരും. എന്താ അത്? ഇതായിരുന്നു ഇവനെ പഠിപ്പിച്ചതെന്നറിയോ? ഞാനൊരു ഉദാഹരണം പറയാം. ചെറിയ കുട്ടിയായിരിക്കുമ്പോ വരാമ്പെന്ന് ഓടി കളിക്കുന്നു. ഉമ്മ ആത്തുനിന്ന് ദോശ കൊടുക്കും. ഇവന്റെ തല കൊണ്ടുപോയിട്ട് മേശക്ക് കുത്തി. ഇവന്റെ നിലവിളി കേട്ടിട്ട് ഉമ്മ ചട്ടും വരെ താഴെ വെക്കാണ്ട് ഓടി വന്നു. എന്റെപ്പാ എന്റെ മോനെന്നാ പറ്റിയേ? എന്റെ തല കുത്തി എന്ന് പറഞ്ഞ് ഇവൻ കരയുന്നപ്പോ മുളച്ചിട്ടുണ്ട്. ഉമ്മ തലയൊടി കൊടുത്തു, തടയി കൊടുത്തു, തലക്ക് വെള്ളം കൂട്ടി തടയി കൊടുത്തു. കരച്ചത് നിർത്തുന്നില്ല.
ചെക്കൻ കരയുന്നു, ദോശ കരിയുന്നു. എന്ത് ചെയ്യും? ചെക്കന്റെ കരച്ചിൽ നിർത്താൻ എന്താ മാർഗം? അപ്പൊ ഉമ്മ ഒരു സൂത്രം ഉപയോഗിക്കും. ഏത് മേശക്കാ കുത്തിയത്? ആ മേശക്ക് ഒരൊറ്റ അടി വെച്ചു കൊടുക്കും. മേശക്ക് എന്താ മേശ എന്റെ കുട്ടീനെ വേദനിപ്പിച്ച? അപ്പൊ മേശക്ക് അടി കിട്ടിയപ്പോ ചെക്കന് സന്തോഷമായി. ചെക്കൻ കരച്ചിൽ നിർത്തി, ഉമ്മ ബാക്കി ദോശ വിട്ടു. പക്ഷെ ഈ കുട്ടി എന്താ പഠിച്ചേ? കുട്ടിക്ക് ഉറപ്പാ മേശ ഇങ്ങോട്ട് വന്ന് കുത്തിയതല്ല, ഞാൻ അങ്ങോട്ട് പോയി കുത്തിയതാ. എന്നാലും അടി അങ്ങോട്ടാ കൊടുക്കണ്ടേ? പഠിച്ച ഞാൻ തെറ്റ് ചെയ്താലും ഞാൻ അങ്ങോട്ട് ദേഷ്യപ്പെടണം, ആക്രമിക്കണമെന്ന് പഠിപ്പിച്ചില്ലേ? നിങ്ങൾ അറിയാതെ തൽക്കാലം നിങ്ങൾക്ക് അവന്റെ കരച്ചിൽ നിർത്താൻ അവൻ എന്ത് വൃത്തികെട്ടൊരു തത്വശാസ്ത്രമാണ് നിങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങളുടെ ഓരോ ചലനങ്ങളും അവന്റെ സ്വഭാവത്തിൽ സ്വാധീനം ചെലുത്തുമെന്ന് നിങ്ങൾ അറിയുമോ? സ്വാധീനം ചെലുത്തും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഉമ്മയും ഉപ്പയും നല്ല ഫെസിലിറ്റേറ്റർമാരാവുക, നല്ല മെന്റർമാരാവുക. ആ മെന്ററാവാൻ, അവരുടെ മനസ്സ് വളർത്താൻ ഒരു കഷായം ഞാൻ പറഞ്ഞുതരാം. ഈ കഷായം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അതിന്റെ പേര് മൃദുല കഷായം. അത് സിദ്ധ ആശ്രമത്തിലെ പീടികന്ന് കിട്ടൂല, കോട്ടക്കലിന് കിട്ടൂല, കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിന്ന് കിട്ടൂല, വൈദ്യരത്നം ഫാർമസിന്ന് കിട്ടൂല. എവിടുന്നാ കിട്ടുക? നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഉണ്ടാക്കാൻ അതിനൊരു മരുന്ന്, അതിന് 6 കൂട്ടുണ്ട്. ആ 6 കൂട്ടിലെ മരുന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ക്ലാസ് നിർത്താം കേട്ടോ. 6 കൂട്ട് എന്താണത്? മൃദുല കഷായം. മൃദുലത്തിന്റെ ഇംഗ്ലീഷ് എന്താ? മൃദുലത്തിന്റെ ഇംഗ്ലീഷ് സോഫ്റ്റ് അല്ലെ? സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. സോഫ്റ്റൻ. ചപ്പാത്തി സോഫ്റ്റനാക്കാം, ഇഡ്ഡലി സോഫ്റ്റനാക്കും, കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാക്കാം. എന്താ മാർഗം? സോഫ്റ്റനാക്കാനുള്ള മാർഗം 6 സ്പെല്ലിംഗ് ഉണ്ട് സോഫ്റ്റന്. SOFTEN. അതിന് ഓരോ അക്ഷരത്തിന് ഓരോ വാക്യം പറഞ്ഞുതരാം. എസ് എന്ന് പറഞ്ഞാല് സ്മൈൽ എന്നാണ്. പുഞ്ചിരിക്കുക, മക്കളോട് പുഞ്ചിരിക്കുക. നിങ്ങൾ രാവിലെ എണീറ്റ് വരുമ്പോ നിങ്ങളുടെ മുഖം എങ്ങനെയായിരിക്കും? പുഞ്ചിരിച്ചിട്ടായിരിക്കും. നിങ്ങൾ വീട്ടിൽ നാളെ കണ്ണാടി നോക്കിയാൽ ഇത് ആലോചിച്ചിട്ട് ചിരിക്കും. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ച കാലായിട്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ മുഖം ഒന്ന് CCTV ഉള്ള വീടില്ലേ, അതിലൊന്ന് നോക്കിയാൽ മതി. വിരാമെന്ന് വീണ പഴഞ്ചക്ക പോലെ തുളുക്കി മടക്കിയിട്ട് ലോകത്തോട് മുഴുവൻ ദേഷ്യായിട്ട് വരുന്നോ? മക്കളോടൊന്ന് ചിരിക്ക്, ഒന്ന് ചിരിച്ചൂടെ? ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു ആരാ? മനുഷ്യനാ. പക്ഷിമൃഗാദികൾ ചിരിക്കാറുണ്ടോ? ഇല്ല. ചിരിക്കണം. ധർമ്മടത്തൊരു സ്കൂളില് ഒരു ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം വെച്ചു. അപ്പൂപ്പൻ അമ്മൂമ്മ, ഉപ്പാവ ഉമ്മാവ സംഗമം. ഒരുപാട് ആള് വന്നു. അടുത്ത ഹെഡ് ടീച്ചർ പ്രസംഗിക്കും പറഞ്ഞു, മക്കളെ ഇവരെ പ്രായമുള്ളവരെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം എന്നൊക്കെ പറയുമ്പോ ടീച്ചർ ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മൾ കേട്ട് പഴകിയ ഒരു ഉദാഹരണം ഇല്ലേ? പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും. പക്ഷെ പച്ചപ്ലാവില് ഇതുപോലൊരു കാലം പഴുത്തൂലേ, അതുകൊണ്ട് ചിരിക്കറേ കുട്ടികളാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചെക്കൻ ഒരു സംശയം, ടീച്ചറെ ഒരു സംശയം. എന്താ? പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാണ്ടിരുന്നാ പഴുക്കാണ്ടിരിക്കുക. അപ്പൊ എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലേ. മനസ്സിലായി? ഇപ്പൊ എല്ലാരും ചിരിച്ചില്ലേ? ചിരിക്കുക. എന്നിട്ടും 3 ആള് ചിരിച്ചില്ല. ഇത് പറഞ്ഞു കേട്ടിട്ട് 3 ആള് ചിരിച്ചില്ല. അവര് ദയവ് ചെയ്തിട്ട് ഇന്ന് തന്നെ ഒന്ന് ECG എടുത്ത് നോക്കുന്ന നല്ലതാണ്. ബ്ലോക്ക് ആയിരിക്കും. ചിരിക്കാത്തവരുടെ ആർട്ട് ബ്ലോക്ക് ആയിരിക്കും. ഒന്ന് ചിരിക്കേ. മനസ്സിലായോ? നിങ്ങൾ ചിരിച്ചാ പോലെ നിങ്ങളുടെ വീട് ചിരിക്കണം. വീട് എങ്ങനെയാ ചിരിക്കുക? വീടിന്റെ ചുണ്ട് മുന്നിലത്തെ വാതിലല്ലേ? രാവിലെ തന്നെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ക്ലോസറ്റ് കണി കാണിക്കല്ല, വാതിൽ തുറന്നിട്ട് പുറത്തേക്കിറങ്ങ്. എന്നിട്ട് വരാന്തയിൽ മുറ്റത്ത് മഴയായാലും അല്ലെങ്കിലും വരാന്തയിൽ ഇരിക്കാലോ. കുറച്ചേരം അവിടെ ഇരിക്ക്. നിങ്ങൾ ആ ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയില്ലേ, അത് കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഇസ്രായേലിലെ പട്ടാളക്കാര് കഴിഞ്ഞ 4 കൊല്ലായിട്ട് രാവിലെ ഉറക്കം കഴിഞ്ഞാൽ ഉടനെ 3 മിസൈലിന് തീ കൊടുക്കും. എന്നിട്ടേ പല്ല് വരെ തേക്കും. അത് ശീലമായി പോയി. നമ്മളെന്താ ചെയ്യാ? രാവിലെ എണീറ്റാൽ നേരെ പോകും, 3 തീ കൊടുക്കല. ടിക്ക് 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 3 ഗ്യാസിന്റെ അടുപ്പ് കത്തിക്കും അല്ലേ? അത് പിന്നെയാക്കാം. 1/4 മണിക്കൂർ നേരം വരാന്തയിലോ മുറ്റത്തോ മക്കളോടൊത്ത് നിൽക്കുക. ആ മഴയത്തെ നോക്കിയിട്ട് മഴയെ ശപിക്കരുത് കേട്ടോ. നമ്മളെ മലയാളികൾ ശ്രദ്ധിച്ചോ? മഴ വരുമ്പോ എന്തൊരു മഴ, ഇനി വെയിലർച്ചാലോ എന്തൊരു വെയില്. അപ്പൊ പിന്നെന്തെന്നാ വേണ്ടിയിരിക്കുന്നു? എല്ലാറ്റിനോടും അസഹിഷ്ണുത. മഴയെ കാണുമ്പം പ്രണയമണിത്തു വെൽപ്പൊഴിയും പവിഴ മഴ അല്ലെ?
എന്ത് നല്ല മഴയാ, വെയിലടിക്കുമ്പോ എന്ത് നല്ല വേല. പണ്ടത്തെ ആൾ അങ്ങനെയാ പറഞ്ഞേ. എല്ലാറ്റിനോടും പോസിറ്റീവേക്കാണ്. പ്രഭാതത്തെ കാട്ടിക്കൊടുക്കൂ. സ്വബൈ അല്ലെ, സ്വബൈ പ്രഭാതം. ഈ പ്രഭാതത്തെ കാണൂ. അതൊരു അത്ഭുത പ്രതിഭാസമാണ്. ആ പ്രഭാതത്തിൽ ഒന്ന് ഉണർന്നിരുന്ന് എന്നിട്ട് കുറച്ച് വർത്താനം പറഞ്ഞ് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നിട്ട് മതി അടുക്കളയിൽ കയറുന്നത്. അതുകൊണ്ട് സ്മൈൽ, വീടും നിങ്ങളും പുഞ്ചിരിക്കുക. രണ്ടാമത്തത് എസ് ഓ അല്ലെ, എസ് കഴിഞ്ഞാൽ ഓ, ഓപ്പൺ ദി ഹേർട്ട്, ഹൃദയം തുറന്നു വർത്താനം പറയണം. ഉപ്പയും ഉമ്മയും ഉപ്പാവയും ഉമ്മാവയും എല്ലാവരും കൂടി ഒത്തുചേരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവരുത്, ടി വി തുറക്കരുത്. മൊബൈൽ ഫോൺ കയ്യിൽ വെച്ചിട്ട് മക്കളോട് വർത്തമാനം പറയുന്ന ഉമ്മമാർ ഭീകര രൂപികളാണ്. അച്ഛനായാലും അമ്മയായാലും ഉപ്പയായാലും ഉമ്മയായാലും മൊബൈലും കയ്യിൽ വെച്ചിട്ട് മക്കളോട് വർത്തമാനം പറയരുത്. കാരണം നമ്മളെ മക്കൾക്ക് മുഖത്ത് പിക്ചർ ട്യൂബിന്റെ പ്രകാശമാണോ? അല്ല, പുറത്തുനിന്നുള്ള പ്രകാശം റിഫ്ലക്ട് ചെയ്യുന്നതല്ലേ. എന്നാ നമ്മുടെ മൊബൈൽ ഫോണിൽ ദുൽഖർ സൽമാൻ പിക്ചർ ട്യൂബിന്റെ പ്രകാശമായിട്ടാണ് വരുന്നത്. അത് നമ്മൾ കൂടുതൽ അങ്ങോട്ടാ നോക്കുക. മനസ്സിലായോ? അതുകൊണ്ട് മൊബൈൽ ഫോൺ കയ്യിൽ വെക്കരുത്. എല്ലാവരും വട്ടത്തിലിരിക്കുക. എന്നിട്ട് എന്താ വർത്താനോ? ദൂഷിപ്പ്. അതാരാ പോന്ന്? അത് ഗോപാലന, മഹാവൃത്തി കേട്ടോനാ. ബഷീറോ ഒന്നിനും കൊള്ളൂല. പഞ്ചായത്ത് മെമ്പർ തീരെ പോക്ക, MLA അയ്യോ പോക്ക്, മന്ത്രിമാരെല്ലാം വഷളന്മാറ്, മുഖ്യമന്ത്രി ഭീകരൻ, പ്രധാനമന്ത്രി അയിലും ഭീകരൻ. ലോകത്തിൽ എല്ലാരും മോശമാണ്. ലോകത്തിൽ ഒരാളേ ഉള്ളൂ നല്ല. അതാരാ? ഞാൻ മാത്രം. ഇത് കേട്ട് 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 കുട്ടികളുടെ മനോഭാവം എന്താണെന്നറിയോ? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഈ ശരിയിൽ നിന്ന് 5 ശരിയും കൂടി ചേരും. മൊത്തത്തിൽ 6 ശരി ഉണ്ടാവും. ഈ 6 ശരിയാണ് ലോകത്തിലെ മുഴുവൻ തെറ്റും ഉണ്ടാക്കുന്നത്. ഏത് 6 ശരി എന്നറിയോ? 1, ഞാൻ മാത്രം ശരി. 2, എന്റെ ജാതി മാത്രം ശരി. 3, എന്റെ മതം മാത്രം ശരി. 4, എന്റെ ദൈവം മാത്രം ശരി. 5, എന്റെ പാർട്ടി മാത്രം ശരി. 6, എന്റെ രാജ്യം മാത്രം ശരി. ഈ 6 ശരി കൊണ്ടാണ് 2024 1.5 ലക്ഷം ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ ഭൂമിയിൽ 1.5 ലക്ഷം ആളുകൾ 2024 കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധങ്ങളിലൂടെ, കലാപങ്ങളിലൂടെ. ആരാ കൊന്നത്? പുലിയോ കടുവയാണോ? തിന്നാനാണോ കൊന്നത്? തിന്നാനല്ലല്ലോ. പുലിയും കടുവയും തിന്നാൻ വേണ്ടി കൊല്ലുന്നു. അതിന് പച്ചക്കറി സാമ്പാറും കൂട്ടി തിന്നാൻ പറ്റില്ലല്ലോ. അതിന് ഇറച്ചിയെ തിന്നാൻ പറ്റും. കൊന്നാ പാവം, തിന്നാ തീരും. നമ്മൾ കൊല്ലുന്ന ഈ 1.5 ലക്ഷം ആളെ കൊന്നത് തിന്നാനാണോ? അല്ല. ഇതെല്ലാം ഉണ്ടാകുന്നത് ഞാൻ മാത്രം ശരിയെന്ന അഹന്ത ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ലോകത്ത് ശരിയുണ്ട്, തെറ്റുണ്ട്. അത് എല്ലാം എപ്പോഴും തെറ്റ് മാത്രം കാണിച്ചു കൊടുക്കല്ല, ശരിയും കാണിച്ചു കൊടുക്കും. ഒരുപാട് നന്മയുണ്ട്. പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുണ്ടിവിടെ. സുഗതകുമാരി ടീച്ചറുടെ വരിയ. ഇവിടെ പരുക്കനായ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും പൂന്തോട്ടങ്ങളില്ലേ? അവരോടൊപ്പം ഇരുന്നു നടക്ക്, നല്ലൊരു പാട്ടെല്ലാം പാട്. ബിരിയാണി വാങ്ങി കൊടുക്കല്ലേ കുട്ടിക്ക്? ബിരിയാണി പാർസൽ വാങ്ങല്ലേ? ബിരിയാണി പുഴുങ്ങും. ബിരിയാണി ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് വാങ്ങിക്കൊടുക്കും. ഇപ്പൊ മന്തിയായി മാറിയല്ലേ? അതാ. എന്നാൽ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ച ഒരു ബിരിയാണി കാസർഗോഡിലെ സന്തോഷ്, ഏച്ചിക്കാനത്തെ സന്തോഷ് ഉണ്ടാക്കിയ ബിരിയാണി. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ചത് ആ ബിരിയാണിയാണ്. ആ ബിരിയാണി കണ്ട ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഒന്ന് കൈപൊക്കി. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ട ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? ഒന്ന്. ആ ടീച്ചർ വന്നുകൊണ്ട് ഞാൻ കളവ് പറയുന്നതെല്ലാം ഒരു സാക്ഷ്യം പോയി. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി നിങ്ങൾ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കണം. അതൊരു കഥയുടെ പേരാ ബിരിയാണി. ആ കഥ മുഴുവൻ കുട്ടികളും നിർബന്ധമായും വായിക്കണം. നിങ്ങളും വായിക്കണം, ഒരുമിച്ചിരുന്ന് വായിക്കണം. അത് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാറ്റം എത്ര വലുതാണെന്ന് അപ്പോ മനസ്സിലായിക്കോ. കഥകൾ വായിക്കണം, കവിത ചൊല്ലണ്ടേ, പാട്ടുപാടണ്ടേ, ഇതൊക്കെ വേണം. ഇതൊന്നും ഇല്ലാതെ എന്ത് കാര്യം? ഇതൊക്കെ വേണം, ഇതൊക്കെ ചേരണം. ആ കാര്യങ്ങൾ ചേർന്നുകൊണ്ട് എന്റെ ബാല്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കഥകൾ ഖലീഫ ഉമറിന്റെ കഥകളാണ്. ഖലീഫ ഉമറിന്റെ കഥകൾ. ഞാൻ അന്ന് കേട്ടൊരു കഥ മിഞ്ഞാന്ന് എന്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. സുരേഷ് ബാബു VK എന്നുള്ള എന്റെ ഫേസ്ബുക്കിൽ കയറിയാൽ മനസ്സിലാവും. മിഞ്ഞാന്ന് ഖലീഫ ഉമറിന്റെ ഒരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട്.
നിമിഷപ്രിയയെ തൂക്കിക്കൊല്ലുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കഥ പ്രസക്തമാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കഥ അതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയ കഥയല്ല, അന്ന് കേട്ട കഥ. കഥകൾ വേണം കുട്ടികൾക്ക്. അപ്പോ ഓപ്പൺ ദി ഹേർഡ്, ഹൃദയം തുറന്ന് വർത്തമാനം പറയൂ. അവിടുന്ന് ദുഷിപ്പ് വേണ്ട, കുറ്റപ്പെടുത്തൽ വേണ്ട. മൂന്നാമത്തത് ഫോർവേഡ് ലീഡ്, മുന്നോട്ട് കുനിയൂ മക്കളിലേക്ക്. ഈഗോ വേണ്ട. ഇപ്പോ നമ്മുടെ അബ്ദുള്ള ഹാജിക്ക് കൊച്ചുമക്കളില്ലേ, കൊച്ചുമക്കളുണ്ട്. അപ്പൊ അബ്ദുള്ള ഹാജിന്റെ കൊച്ചുമക്കൾ ആരോ വന്നു, ചെറിയ കുട്ടിയാ. അപ്പൊ അബ്ദുള്ള ഹാജിക്ക് കുഞ്ഞിനെ എടുക്കണമെന്ന് ഒന്ന് ഉമ്മ വെക്കണം. പക്ഷെ ഞാൻ ഇതിന്റെ കമ്മിറ്റിയുടെ ചെയർമാനാ അല്ലെ, അതുകൊണ്ട് ഞാൻ കുനിയൂല. മാമോനെ എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റുമോ? നമ്മൾ കുട്ടികളിലേക്ക് താണാലേ കുട്ടികൾ നമ്മളിലേക്ക് ഉയരൂ. അതുകൊണ്ട് നമ്മൾ കുട്ടികളിലേക്ക് കുനിയൂ. ഫോർവേഡ്ലി കുനിയുക, കുട്ടികളിലേക്ക് താഴുക. നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾ, സന്ധികൾ എല്ലാം മുന്നോട്ട് മടങ്ങുന്ന, കാലിന്റെ മുട്ട് മാത്രമേ പുറകോട്ട് മടങ്ങുന്നുള്ളൂ. അത് പുറകോട്ട് മടക്കി വെച്ച് എന്തിനാണെന്നറിയോ? മുന്നോട്ട് ഓടാൻ വേണ്ടിയാ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അമ്പട ഞാനേ ഈഗോ. എന്തിനാ വീട്ടിൽ ഈഗോ കാണിക്കരുത്? പല വീട്ടിലും രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് ഉപ്പമാർ, ആണുങ്ങൾ, അവര് വലിയ പൈസക്കാരായിരിക്കും, വലിയ നേതാക്കളായിരിക്കും, വലിയ കച്ചവടക്കാരായിരിക്കും. അയാളാണ് വീടെടുത്തത്, അയാളാണ് ശമ്പളം വാങ്ങുന്നത്, അയാളാണ് സാധനങ്ങൾ വാങ്ങുന്നത് വീട്ടിലേക്ക്. അതുകൊണ്ട് അയാളാരാ? പൽവാൽ ദേവൻ. ഭാര്യയും മക്കളും കട്ടപ്പ അടിമാണ്. ചായ, ചോറ്, അട്ടഹാസം. ഇത് കാണുന്ന കുട്ടികൾക്ക് വ്യക്തിത്വം ഉണ്ടാവില്ല കേട്ടോ. വീട്ടിലെത്തിയ എല്ലാവരും ഒരുപോലെ, എല്ലാവരും ഒരുപോലെ. രസകരമായ ജീവിതം. എന്തിനാ ഈ മസിൽ പിടിക്കുന്നത്? വേണോ? വേണ്ട. നിങ്ങൾ ഇപ്പൊ പുതിയൊരു ട്രെൻഡ് അറിയോ? നിങ്ങൾ വീട്ടിലെല്ലാവരും കൂടിയ ഭക്ഷണം പാചകം ചെയ്യുന്നു, കേട്ടില്ലോ? എങ്ങനെ? അടുക്കളയൊന്നുമല്ല. എല്ലാ റിസപ്ഷൻ ഹാളിൽ ഇപ്പൊ ഈ തീപ്പൊരി ഉണ്ടാവില്ലേ, ആടെ വെച്ചിട്ട് ഒരാൾ വെണ്ടക്ക മുറിക്കുന്നു, ഒരാൾ ക്യാരറ്റ് മുറിക്കുന്നു, ഒരാൾ വഴുതനങ്ങ മുറിക്കുന്നു. എല്ലാവരും വട്ടത്തിലിരുന്ന് മുറിച്ചിട്ട് അങ്ങനെ എന്തോ രസം. പണ്ടല്ല ചക്ക മുറിച്ചിടാൻ അയൽവാസികളെല്ലാം ഒത്തുകൂടില്ലേ? അതിന്റെ ഒരു രസം എന്താ? ചക്ക മുറിച്ചിടാൻ ഒത്തുചേർന്നിട്ട്. ഇത് ചില പെണ്ണുങ്ങൾ ഇത് വറക്കല് പൊടിക്കല് അല്ല, ആരെങ്കിലും വന്നാൽ പിന്നെ ഇവർക്ക് തിന്നാൻ ഉണ്ടാക്കി കൊടുത്തു. അവസാനം അവർക്ക് എല്ലാം വിളമ്പി ഒപ്പിച്ച് അവരെല്ലാം തിന്ന് ഏമ്പൊക്കെ വിട്ടിട്ട് അപ്പാട് പോവുകയും ചെയ്യും. ഞാൻ പോട്ടെ, അവരോടൊന്ന് വർത്താനം പറയാൻ ഈ അടുക്കളയിലെ പെണ്ണുങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ടാകും. അവര് തിന്നിട്ട് അപ്പാട് സ്ഥലം വിടും. കുറഞ്ഞ എന്താ പറയാ, ലേഷുകള്. എന്നാ ഒന്ന് അടുക്കള കയറിയിട്ട് എന്തല്ല എന്നൊന്ന് വർത്താനം പറയണ്ടേ? ഒന്നുമില്ല. അതുകൊണ്ട് ഹൃദയം തുറക്കൂ. ഓപ്പൺ ദി ഹെഡ്, ഫോർവേഡ് ലീൻ. മക്കളെ ടച്ച്, SOFT, ടച്ച്, തൊടണം, കെട്ടിപ്പിടിക്കണം. മക്കളെ ചേർത്ത് പിടിക്കണം, മൂർധാവിൽ മുകരണം, തലോടണം. ഏത് കുട്ടം കെട്ട കുട്ടിയും പൂച്ചാനെ പോലെ അനുസരിക്കാൻ ഞാനൊരു സൂത്രം പറഞ്ഞേട്ടെ. സാധാരണ കുട്ടികളുണ്ട്, ഞാൻ പറഞ്ഞു കൊടുക്കലില്ല. ഇവിടെ LSS ഉള്ള കുട്ടികളല്ലേ, നല്ല കുട്ടികളല്ലേ. പുറഞ്ചൊറിഞ്ഞു കൊടുത്താൽ മതി. കുട്ടികൾ പൂച്ചേനെ പോലെ അനുസരിക്കും. കാരണം പുറം കണ്ടുപിടിച്ച് തന്നെ ചൊറിയാനാ. വേറെ കൈകൊണ്ട് കാലുണ്ടല്ലോ എന്തെല്ലാം ഉപകാരമുണ്ട്. ഈ പുറം എന്തിന്? എത്രയാ സ്ഥലം പോകുന്നു പുറത്തിന്. അത് മാത്രമില്ല, മനസ്സിലായോ? അതുകൊണ്ട് ഒന്ന് ടച്ച്, ചേർത്ത് പിടിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഉപ്പാവും ഉമ്മാനെയൊക്കെ തൊടണം, മനസ്സിലായോ? അവർക്ക് ഭക്ഷണവും പത്രവും മരുന്ന് മാത്രം കൊടുത്താൽ പോരാ. അവരുടെ അടുത്ത് പോയിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒന്ന് കൈകൾ കോർത്ത് പിടിക്കുക, കാലൊന്ന് തടയി കൊടുക്കുക, ഒന്ന് കൈയിന്റെ ഞൊട്ടല്ലൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. അതെല്ലാം മക്കള് കാണട്ടെ. തൊടണം. നമ്മുടെ ത്വക്കില്ലേ, പഞ്ചേന്ദ്രിയങ്ങളിൽ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, അത് ഒന്ന് ത്വക്കിലല്ലേ വികാരം. എന്തൊക്കെ ഒരു അനുഭൂതിയോ സന്തോഷമോ ഭയമോ ഉണ്ടായ നമ്മളെ രോമകൂപങ്ങളെല്ലാം ഈ കിഴങ്ങിന് കുതിരി കുത്തിയ പോലെ പൊങ്ങി വരുന്നാടില്ല. അതിന്റെ പേരെന്താ? രോമാഞ്ചം അല്ലേ? ഇനി രോമം ഇല്ലാത്താക്ക് തോലാഞ്ചം ഉണ്ടാവും ഇല്ലേ? അതാ. അതുകൊണ്ട് ടച്ച്, തൊടണം. അടുത്തത് ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കണം. മക്കളുടെ കണ്ണിൽ നോക്കണം. കണ്ണല്ലേ നമ്മുടെ പേഴ്സണാലിറ്റി. നിങ്ങൾ ഗൾഫ് പോയിട്ടുണ്ടോ? ഗൾഫ് പോകുമ്പോ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോയാൽ നമ്മളെ കണ്ണിന്റെ ഫോട്ടോ എടുക്കുക. അവർക്ക് പാസ്പോർട്ടിനേക്കാൾ വില കണ്ണാ. അങ്ങോട്ട് പോയ കണ്ണ് തിരിച്ചിങ്ങോട്ട് വന്നു, പോയ ആള് വന്നു. അതാണ് അവർക്ക് പ്രധാനം. നമ്മളെ കണ്ണ് പോലെ ലോകത്തൊരാൾക്കും കണ്ണുണ്ടാവില്ല. ആ കണ്ണിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആർദ്രതകളും കാണണം. ആ കണ്ണിൽ നോക്കി വർത്തമാനം പറയും.
മക്കളോട് വർത്തമാനം പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമണി നേരെ മധ്യത്തിൽ നിൽക്കാവും. എന്നാ പല രക്ഷിതാക്കളും ഉണ്ടാ മക്കളോട് എങ്ങനെ വർത്തമാനം പറയാ? നീ എവിടെയാടാ പോയെ? കൃഷ്ണമണി താഴെയാ. എന്താ ഇത്ര നേരെ പയ്യെ? നോ. ശരിയാളോ? കൃഷ്ണമണി മേലെ. എനിക്ക് എത്ര മാർക്ക്? പരീക്ഷക്കത്തയുടെ മാർക്ക്. ഇങ്ങനെയാ. രണ്ടും തെറ്റാ. നേരെ മധ്യത്തിൽ നിന്ന് വർത്താനം പറയാം. മനസ്സിലായോ? കണ്ണിൽ നോക്കുക. അടുത്തത് SOFTE ആയില്ലേ? അടുത്തത് N എന്ന് പറഞ്ഞാൽ നോഡി. നോഡി എന്ന് പറഞ്ഞാൽ തലകുലിക്കുക. മക്കളെന്തോ പറഞ്ഞാലാ ഓ പറയും. വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയും, ഉമ്മ എനിക്കൊരാളൊരു മുട്ടായി തന്നില്ല. അതെയോ? നാളെയും തരാന്ന് പറഞ്ഞു. അതെയോ? പിറ്റേന്നും ചോദിക്കണം, അയാൾ മുട്ടായി തന്നു. ഇന്നും തന്നു. പൈസ വാങ്ങിനോ? ഇല്ല, പൈസ ഒന്നും വാങ്ങിയില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്റെ മോന് മുട്ടായി കൊടുത്ത സന്തോഷം പ്രകടിപ്പിക്കുകയല്ല, അതെന്റെ മുമ്പിൽ ഒന്നും പറയരുത്. നിങ്ങൾ ഉത്തരവാദിത്തമുള്ള ഉമ്മയുപ്പയാണെങ്കിൽ പിറ്റേന്ന് ആ മുട്ടായി കൊടുക്കുന്നവനെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ കിടക്കണം. നിങ്ങൾ ഉപ്പയുമ്മയും ഈ മുട്ടായിലൂടെ ആ മയക്കുമരുന്നിലേക്കുള്ള പ്രവേശന കവാടം ഫ്രീ ആയിട്ടാ കൊടുക്കും ആദ്യം. പിന്നെ ഇതില്ലാണ്ട് കഴിയൂല. അന്നേരം പൈസക്ക് ചോദിക്കൂ. പൈസ ഉമ്മാന്റെ പേഴ്സിൽ നിന്ന് എടുക്കുന്ന് പറയൂ. മോഷണം പഠിപ്പിക്കൂ. അത് കുട്ടി നിങ്ങളോട് പറയണ്ടേ? മുട്ടായി തന്ന കാര്യം പറയണമെങ്കിൽ കുട്ടി പറയുന്നത് നിങ്ങൾ കേൾക്കണം. അല്ലാതെ സ്കൂൾ വിട്ട് വന്ന ഉടനെ കുപ്പായത്തിന്റെ കുടുക്ക് പൊട്ടിയിട്ടുണ്ടോ, ചളി പുരണ്ടിട്ടുണ്ടോ നോക്കിയിട്ട് പൂതനമാരായിട്ട് നിൽക്കുക കുറെ ആൾ അമ്മമാർ. 50 പൈസേന്റെ കുടുക്ക് പൊട്ടി 500 റുപ്യന്റെ ചീത്ത പറയും അല്ലേ? 25 റുപ്യന്റെ ഗ്ലാസ് അങ്ങാറ്റം കുട്ടികളെ കൈമന്ന് പൊളിഞ്ഞു പോയില്ലെങ്കിൽ നിങ്ങൾ 2500 റുപ്യന്റെ ചീത്ത പറയില്ലേ? ഒരു വീട്ടിൽ ഗ്ലാസ് പൊളിയുന്ന ഒച്ച കേട്ടു, അല്ലെ പ്ലേറ്റ് പൊളിയുന്ന ഒച്ച കേട്ടു, എന്നിട്ട് ആരും ഒരു ബഹളവും ഇല്ലെങ്കിൽ ഉറപ്പിച്ചോളൂ ആ വീട്ടിലെ അമ്മേന്റെ കയ്യിൽ നിന്ന് ഉമ്മേന്റെ കയ്യിൽ നിന്നാ പൊട്ടിയത്. അത് മാത്രല്ല, അത് പൊട്ടാൻ കാരണം ഉമ്മയല്ല, ഗ്ലാസിന്റെ കുഴപ്പം കൊണ്ട് പൊട്ടിയതാ. മനസ്സിലായോ? അപ്പോ നിങ്ങൾ ചെറിയ വിഷയത്തിൽ വലിയ ബഹളം വെക്കരുത് കേട്ടോ. അവരെ പറയുന്നത് അംഗീകരിക്കുക, തലകുലിക്കുക. അപ്പൊ സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. പുഞ്ചിരിക്കുക, ഹൃദയം തുറക്കുക, മുന്നോട്ട് കുനിയുക, തൊടുക, കണ്ണിൽ നോക്കുക, തലകുലിക്കുക, സോഫ്റ്റനാക്കുക. അങ്ങനെ സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ട് സ്വർഗം നാണിക്കുന്നു. അത്തരത്തിലൊരു സ്വർഗമാക്കി നിങ്ങളുടെ വീട് മാറ്റണം. കുട്ടികൾ ആവശ്യപ്പെട്ടതെല്ലാം കൊടുക്കലാണ് കുട്ടികളെ സന്തോഷിപ്പിക്കൽ എന്ന് പറഞ്ഞ തെറ്റാ. ചില ആള് ചോദിക്കുന്നതിനെ പൈസ കൊടുക്കും, ചില ആളോ ഒന്നിനും പൈസ കൊടുക്കുകയില്ല. രണ്ടും തെറ്റാ. ചിലയാൾക്ക് പൈസയുടെ കാര്യത്തിൽ, മക്കൾക്ക് പൈസ കൊടുക്കുന്ന കാര്യത്തിൽ ചിലയാൾക്ക് വയറിളക്ക, ചിലയാൾക്ക് മലബന്ധ, ചിലയാൾ ഇളകി ഇഷ്ടം പോലെ കൊടുക്കും. രണ്ടും തെറ്റാ. എത്ര പൈസ കൊടുത്താലും എന്തിന് ചെലവഴിച്ചു, ബാക്കി എത്ര കണക്ക് ചോദിക്കണം മക്കളോട്. ഇപ്പോഴുള്ള പല വീട്ടിലും എന്താ പറഞ്ഞാൽ ആണുങ്ങൾ പലരും ഗൾഫിലും ദൂരദേശത്തുമായിരിക്കും, അല്ലെ കച്ചവടത്തിന്. വീട്ടില് എന്തെങ്കിലും കറണ്ടിന്റെ ബില്ല് ഇരിക്കാൻ നെറ്റ് കൈകാര്യം ചെയ്യാൻ പിള്ളേർക്ക് അറിയും, ബാങ്കിൽ പോകാൻ പോലും. അപ്പം കുട്ടികൾ വിചാരിക്കും, ആൺകുട്ടികൾ വിചാരിക്കും ഞാൻ എടുത്ത രാജാവാണ്, പിന്നെ ഓനെന്ത് കളിച്ചാലും ഓൻ ചോദിക്കുന്ന പൈസയും കൊടുക്കൂ. അവനെ നിങ്ങൾ നശിപ്പിക്കുകയാണ്. എത്ര സഹായിക്കുന്നവനായാലും അവൻ നിങ്ങൾക്ക് താഴെയാണെന്ന ബോധ്യം അവനെ ഉണ്ടാക്കരുത്. നിങ്ങൾ വലുതാണ്, അതിന് നിങ്ങൾ വലുതാവണ്ടേ. നിങ്ങൾ ചെറുതാ, അവനറിയാ ഉമ്മക്കൊന്നും അറിയില്ല, പൊട്ടത്തിയാണ്. അങ്ങനെ പൊട്ടത്തിയാവരുത്. നിങ്ങൾ വളരണം. കുട്ടികൾ വളരുമ്പോ നിങ്ങൾ വളരണം. നമുക്ക് എന്താ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു പുസ്തകവും വായിക്കൂല അല്ലേ? അങ്ങനെയല്ലേ? ഈ മത്തം കുമ്പളങ്ങില്ലേ, മത്തം കുമ്പളങ്ങ നട്ടാല് അതിന്റെ പൂവിന്റെ അകത്തുനിന്ന് ചെറുനാരങ്ങന്റെ വലുപ്പത്തിൽ ആദ്യം ഒരു കായ് ഉണ്ടാവില്ലേ? ഈ കായ് ഒരു മൺകലത്തിലിട്ട് വെക്കുക. ചെടിയിൽ പറിക്കണ്ടേ, ചെടിയുമ്പോ തന്നെ ഇട്ട് വെക്കുക. എന്നിട്ട് ഈ ചെടിക്ക് നല്ലോണം വെള്ളവും കൊടുക്കുക. ഈ മത്തങ്ങ വളർന്ന് വരും. പക്ഷെ മൺകലം വളരുമോ? അപ്പൊ എന്താ സംഭവിക്കുക? ഒന്നിക്കൽ മൺകലം പൊട്ടും. ഇനി മൺകലത്തിന് നല്ല ഉറപ്പുണ്ടെങ്കിലോ മത്തങ്ങ അതിൻ്റെ ഉള്ളിൽ നിന്നും നീറിയിട്ട് കെട്ടുപോകും. ആരാ ഈ മത്തങ്ങ എന്നറിയോ? നമ്മളെ കുട്ടികളാ. എന്താ മൺകലം എന്നറിയോ? നിങ്ങളാ. കുട്ടി വളരുക, ദിവസേന ബുദ്ധിയും ശരീരവും വളരുക. നമ്മൾ പഴയതൊന്നും മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല. അപ്പൊ എന്താവും? നിങ്ങളെ ധിക്കരിച്ചു പോകും. കുട്ടി നിങ്ങളെ ധിക്കരിക്കും, മൺകലം പൊട്ടിക്കും. ഇനി മൺകലത്തിനാൽ ഉറപ്പുണ്ടെങ്കിലോ, നിങ്ങൾ ഭയങ്കര പേടിപ്പിച്ച് വളർത്തുന്നതാണെങ്കിലോ കുട്ടി പൊട്ടത്തിയായി പോവും, മത്തങ്ങ കെട്ടു. അതുകൊണ്ട് നിങ്ങൾ വളരണം, നിങ്ങൾ പുതിയ ചിന്തിക്കണം. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം, മൃഗങ്ങളുടെ
മുൻപേ നടക്കുന്നത് മനസ്സാ, ശരീരം പിറകെ നടക്കും. മുഖ്യം മനസ്സാ. ആർക്ക്? മൃഗങ്ങൾക്കല്ല, മനുഷ്യന്. മൃഗങ്ങൾക്ക് ശരീരം മുഖ്യം, മനസ്സിന് പിറകിയ. എന്ന് പറഞ്ഞാൽ ഈ വടകര ടൗണിൽ ഒരു പശു വന്നു, അതിന്റെ ശരീരം പറയും ഇപ്പൊ മൂത്രയിക്കണം. മനസ്സ് പറയൂ ടൗണിൽ പറ്റൂല, എവിടെയെങ്കിലും ടോയ്ലറ്റ് പോകണമെന്നില്ല, ആടെ പാലം വന്നിച്ച് മൂത്രയും, അവിടെ ചാണകിടും ഇല്ലേ? കാരണം അതിന്റെ ശരീര പ്രധാനം, മനസ്സ് ചെറുതാ. നിങ്ങൾക്ക് ഇവിടെ മൂത്രയിക്കാൻ പറ്റി എവിടെ വയ്ക്കോ? നമ്മളെ മനസ്സ് പറയൂ ഇത് കഴിയട്ടെ, അനങ്ങാണ്ട് കിടക്ക്, ഇത് കഴിയട്ടെ എന്ന് പറയില്ലേ? എന്നാൽ ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റം വരും. LP-യിൽ UP-യിൽ പഠിക്കുമ്പോൾ എന്ത് നല്ല പിള്ളേർ, എന്ത് നല്ല അസൈൻമെന്റ്, പ്രൊജക്ട്, പുസ്തകം വായിക്കുന്നു, കഥ വായിക്കുന്നു, ഒന്നും പറയണ്ട. പക്ഷെ 8ാം ക്ലാസ്സിലെത്തുമ്പോ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു, കരളിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലാൻ പറയും. ഒരു നിശ്ചിത പ്രായം എത്തുമ്പോ കൗമാരം ആരംഭിക്കും. കൗമാരം എത്തുമ്പോ ഇവന്റെ ശരീരത്തിൽ കുറെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴി ആ സമയത്ത് ഇവന്റെ മനസ്സുറങ്ങും, ശരീരം മുന്നോട്ട് പോകും. ആമയും മൊയിലും പന്തയം വെച്ച കഥ കേട്ടിട്ടില്ലേ? മൊയിൽ കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോ ആമ വളരെ പുറകില. നേരത്തെ പോയിട്ട് എന്താ കാര്യം, ഒരു ട്രോഫിയല്ലേ കിട്ടൂ, അതുകൊണ്ട് ഒന്ന് വിശ്രമിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു മൊയല് വിശ്രമിച്ച് ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോ ആമ പോയി സമ്മാനം വാങ്ങി. എന്നിട്ട് മാഷന്മാർ നമുക്ക് പറഞ്ഞു തന്നു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. കഥ എവിടെ തീർന്നു? എന്നാൽ ഈ കഥ ഒന്ന് മാറ്റിപ്പിടിക്കാം. മനസ്സ് മൊയലിനെ പോലെ കുതിച്ചോടുന്ന കുട്ടികളുടേത്, ശരീരമോ ആമയെ പോലെ മെല്ലെ വളരൂ. ഒരു പശു പ്രസവിച്ച ആ പശുക്കുട്ടി അരമണിക്കൂർ കൊണ്ട് എണീറ്റോടൂല്ലേ? നിങ്ങൾ ആരെങ്കിലും പറ്റിയിട്ട് മക്കൾ അരമണിക്കൂർ കൊണ്ട് ഓടിയാ? 6 മാസമായിട്ടില്ലേ ദോശ മറിച്ചിടേ? കുട്ടി കുമ്പിടേ? 6 മാസം കഴിഞ്ഞു. പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പല വട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിച്ച് അവൻ പിച്ച വെച്ച് നടന്ന് LKG-യിലോ അംഗനവാടിയിലോ ചേർക്കുമ്പോൾ എത്ര വയസ്സാവും? 3. 3ാമത്തെ വയസ്സിൽ ആ പശുക്കുട്ടീനെ ചെന്ന് നോക്കിയാട്ടെ, പ്രസവിച്ചിട്ട് ഒരമ്മയായിട്ടുണ്ടാവും. നമ്മളെ കുട്ടി കൊച്ചുമോളാ. നമ്മുടെ ശരീരം ആമയെ പോലെ മെല്ലെ വളരുന്നോ, മനസ്സ് മുയലിനെ പോലെ കുതിക്കുന്നോ. പക്ഷേ ഒരു നിശ്ചിത പ്രായത്തുമ്പോ ഈ മനസ്സ് ഉറങ്ങുന്നോ, ശരീരം ഓവർടേക്ക് ചെയ്യുന്നു. ശരീരത്തിന് ഇപ്പം ബൈക്ക് പോണം, ചിക്കൻ കബാബ് തിന്നണം, വിടുന്നു. പോണ്ടാന്ന് ഉമ്മ പറയില്ല, പറഞ്ഞാൽ കേൾക്കൂല, മനസ്സില്ല, ശരീരം മുന്നോട്ട് പോയി. ഈ ശരീരം വളർന്ന് ശരീരത്തിന് സന്തോഷിപ്പിക്കാൻ കവിത മതിയോ? ശരീരത്തിന് ആനന്ദിപ്പിക്കാൻ വ്യാകരണം മതിയോ? ഒരാ ശരീരത്തിന് പദാർത്ഥം തന്നെ വേണം, തിന്നാൻ വേണം. പക്ഷെ വിശപ്പില്ലാതെ തിന്നാലും ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അജിനാമോട്ടോ മസാല കൂട്ടോ കൊണ്ട് ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ശരീരത്തിന് ആനന്ദം ഉണ്ടാക്കാൻ എന്താ എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക. നമ്മൾ പണ്ട് കണക്കില് സ്കൂൾ പഠിക്കുമ്പോൾ ഒരു കണക്കായിരുന്നു, എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക. അപ്പോ എന്റെ അടുത്തുള്ളൊരു ചെക്കനെ കോപ്പി അടിച്ചിട്ട് പിടിച്ച് മാഷ്. അന്നേരം മാഷോട് ഇവൻ പറയാ ഇതാ ഏറ്റവും എളുപ്പവഴി കോപ്പി അടിക്കല്. അതുപോലെ ശരീരത്തിന് ആനന്ദം ഉണ്ടാക്കാനുള്ള എളുപ്പവഴി എന്താ? കരം, ദ്രാവകം, ബാധകല്ലേ പദാർത്ഥം. കരം MDMA, ദ്രാവകം മദ്യം, ബാധകം കഞ്ചാവിന്റെ പുക. അതിന്റെ പുറകെ പോകുന്നതിന്റെ കാര്യം മനസ്സിലായോ? ശരീരം മാത്രം വളർത്തിയ നമ്മുടെ കുടുംബങ്ങളാണ്. അവന് ജീവിതത്തിന്റെ ലഹരി പഠിപ്പിക്കേ, അറിവിന്റെ ലഹരി, പാട്ടിന്റെ ലഹരി, ദഫുമുട്ടിന്റെ ലഹരി, ഒപ്പനപ്പാട്ടിന്റെ ലഹരി, കവിതയുടെ ലഹരി, കഥയുടെ ലഹരി, പൂക്കളെ കാണുമ്പോഴുള്ള സൗന്ദര്യ ലഹരി, അതൊക്കെ പഠിപ്പിക്കേ. മനുഷ്യന് മാത്രമേ പൂവിനോട് സംസാരിക്കാൻ പറ്റൂ. പക്ഷിമൃഗാദികൾ സംസാരിച്ചിട്ടില്ല. നമുക്ക് മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്ന് പാടാൻ നമുക്ക് കഴിയും. അത്തരത്തിൽ ജീവിതത്തിന്റെ ലഹരി പഠിപ്പിക്കുക, നിങ്ങൾ വളരുക, പുതിയ ട്രെൻഡുകൾ പഠിക്കുക, നിങ്ങൾ മക്കളെ നന്നായി പഠിക്കുക, മക്കളെ നന്നായിട്ട് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഞാൻ ഇനി ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ഉത്തരം ഈ ക്ലാസ് നിർത്താം. ഈ ഉത്തരം എല്ലാവർക്കും അറിയാം, എല്ലാവരും അപ്പൊ വിളിച്ചു പറയണം കേട്ടോ. അതിന്റെ ഉത്തരം അറിയാത്ത ഒറ്റ ആൾ ഇവിടെ ഇല്ല, ഒറ്റ ആളില്ല. ചോദിക്കട്ടെ, തേനുണ്ടാക്കുന്ന ആരാ? തേനീച്ച അല്ലേ? ഉത്തരം തെറ്റാ. ആരാ പറഞ്ഞ്? മോൻ എണീറ്റുന്ന എന്റെ പേരെന്താ? ആസിഫ് പറഞ്ഞു. ഓനൊരു കയ്യടി കൊടുത്ത. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ,
തേനുണ്ടാക്കുന്ന ആരാന്ന് ചോദിച്ചപ്പോ എല്ലാരും തേനീച്ചാന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ മനസ്സിൽ രൂഢമൂലമായിരിക്കുന്ന ഒരു ധാരണയാണ്. ഈ ധാരണയെ ഗ്രാഫ് വരയ്ക്കുമ്പോ എക്സ് അക്ഷമില്ല, ഇങ്ങനെ വരയ്ക്കുന്ന എക്സ് ആക്സിസ്. പക്ഷേ ആസിഫ് അതിൽ ചിന്തിച്ച് ചിന്തയുടെ വൈ ആക്സിസ് ചേർത്തു, ഇങ്ങനെയും വരച്ചു. അപ്പൊ അത് പ്ലസ് ആയി. പിടികിട്ടിയോ? എ പ്ലസിന്റെ അർത്ഥം മനസ്സിലായോ? അറിവ് മാത്രം പോരാ, ചിന്തയും കൂടി വേണം, അപ്പോഴേ പ്ലസ് ആവും. ഈ പ്ലസിന്റെ അർത്ഥം പിടികിട്ടിയോ? പരന്ന വായനയും ആഴത്തിലുള്ള ചിന്തയും ചേരുമ്പോഴേ പ്ലസ് ഉണ്ടാവുന്നു. ആരാ തേനീച്ച എന്ന് മനസ്സിലായോ? ഈ കുട്ടികളാ തേനീച്ച. പുസ്തകങ്ങളാണ് പൂക്കള്, പുസ്തകങ്ങൾ, അതിലെ അറിവാണ് തേന്. ഈ പൂവിലെ തേനെല്ലാം മണ്ണിൽ വീണിട്ടുണ്ടാ? മണ്ണിന് മധുരമില്ലാത്ത, മണ്ണിന് മധുരമില്ലാത്തത് 24 മണിക്കൂർ കൊണ്ട് തേന് കെട്ടുപോകുന്ന സാധന. നമ്മളെ വീട്ടിലെ തേൻ അങ്ങനെ കെട്ടുപോയിട്ടില്ലല്ലോ. അതെന്താ? തേനീച്ച പൂവിൽ നിന്ന് തേനെടുത്ത് അപ്പടി കൊണ്ടുപോയി വെച്ചിരുന്നു, കെട്ടുപോകും. തേനീച്ച അത് കുടിച്ച് ദഹിപ്പിച്ച തേനാണ് തേൻപലയിൽ കൊണ്ടുപോയി വെക്കും. കുട്ടികളെ, ഈ പാഠപുസ്തകത്തിൽ നിന്ന് അറിവ് ശേഖരിച്ച് അപ്പാട് ഇവിടെ കൊണ്ടുപോയി വെക്കരുത്. അത് നിങ്ങളുടെ യുക്തിയും സ്വന്തമായ ബുദ്ധിയും സ്വന്തമായ വികാരങ്ങളും ചിന്തകളും ചേർത്ത് ദഹിപ്പിച്ച് നിങ്ങളുടെ സ്വന്തം അറിവാക്കുക. മനസ്സിലായോ? തേനീച്ച നിങ്ങളാണ്, മനസ്സിലായോ? ഭുജിക്കുക, അത് സ്വന്തം അറിവാക്കുക. അങ്ങനെ അറിവാക്കി വലിയ വലിയ ഉയരങ്ങളിലെത്താൻ ഈ LSS നേടിയ ഈ കുട്ടികൾക്ക്, പണ്ഡിതന്മാർക്കും പണ്ഡിതകൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ് നിർത്തുന്നു.